ജോയ്സ് ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങളെല്ലാവരും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. സന്തോഷമായിരിക്കുന്നോ? കർത്താവിന്റെ കൃപയും സന്തോഷമായിരിക്കുന്നു. ഓക്കെ. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും ഒന്ന് പറഞ്ഞു. ഞാൻ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ നിന്നും കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഇന്നത്തെ ഈ മീറ്റിംഗിന് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദേവദാസി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിൽ ജോയ്സ് ടിവിയുടെ ജേർണി വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സിന്ധു ഗിരിജൻ. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന പ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങള് തലയോലപ്പറമ്പ് എന്ന് പറയുന്ന ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. കർത്താവിന്റെ ദാസനും 2 മക്കളും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്കുണ്ട്. കൃപയാൽ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തിൽ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഞങ്ങളെ ആക്കിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഇന്ന് ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം നമ്മുടെ പ്രേക്ഷകരുടെ ആത്മീക ജീവിതത്തിനും അവരുടെ അറിവിന് വേണ്ടിയൊന്നും കർത്താവിന്റെ ദാസി അത് പ്രസ്താവിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. എന്നെ ഈ ജോയ്സ് ടിവിയുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച കർത്തൃദാസിയോടുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എന്നെ കർത്തൃദാസിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത സിസ്റ്റർ അന്നമ്മ പത്രോസ് വാളക്കുഴി, ആ കർത്തൃദാസിയോടുമുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അനേക ദേശങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ സാക്ഷിയാകുവാൻ തക്കവണ്ണം ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. നിശ്ചയമായിട്ടും ഞാനിത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഇന്നും ഈ സാക്ഷ്യം ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാവശ്യവും സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം ഇത് മാത്രമേ ഉള്ളൂ: ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തിയെങ്കിലും ആദായപ്പെടുത്തുവാൻ ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം മുഖാന്തരമാകണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമുണ്ട്: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ ഈ വൈകുന്നേര സമയവും പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവം തന്ന ഓരോ അനുഭവങ്ങളും അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരി ജീവിത അനുഭവങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തി. എന്റെ സാക്ഷ്യം അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം എന്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, നല്ല ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവിക നിയോഗപ്രകാരം ഈ ദിവസം കർത്താവെ, അങ്ങ് അടിങ്ങളുടെ ജീവിതത്തിൽ തന്ന സാക്ഷ്യങ്ങൾ ഈ പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവെ. അപ്പാ, ഞങ്ങളുടെ ഈ ജീവിത അനുഭവങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും കർത്താവിന്റെ രാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ നിത്യതയിലെത്തിക്കുവാൻ, അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, തകർന്നു കിടക്കുന്ന അനേക കുടുംബങ്ങളെ പണിയുവാൻ, ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന അനേക കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കാരണമായി തീരണമെന്ന് ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുക്കരത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ ദിവസങ്ങളും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ സാക്ഷ്യ മുഖാന്തരം അവർ അനുഗ്രഹിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണം. അനേകർക്ക് ഒരു സമാധാനമായി ദൈവമേ ഇതിന്റെ ഓരോ ദൂതുകളുമായി തീരുവാൻ സർവശക്തനായ ദൈവമേ അങ്ങ് സഹായിക്കണേന്ന് അടിയങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജോയ്സ് ടിവിയിലെ എല്ലാ സഹോദരങ്ങൾക്കും എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എന്റെ പേര് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, സിന്ധു ഗിരിജൻ. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ ദേശത്ത് താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്റെ പിതാവ്, എന്റെ മാതാവ്, ഞങ്ങൾ 3 കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു കത്തോലിക്ക കുടുംബം. ആ ഒരു ഭവനത്തിൽ നിന്നാണ് വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ ആഗ്യം തന്നത്. ഞാന് എന്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്റെ അമ്മച്ചിയുടെ നാടായ കൊല്ലത്തായിരുന്നു കഴിച്ചത്. അവിടെ കൊല്ലത്തുള്ള സെന്റ് ജോസഫ് കോൺവെന്റിലായിരുന്നു എന്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനുശേഷം പപ്പയുടെ നാടായ ആലപ്പുഴയിൽ ഞങ്ങൾ മടങ്ങി വന്നു. അവിടെ എന്റെ പ്രീഡിഗ്രി വിദ്യാഭ്യാസം ആലപ്പുഴയിലെ സെന്റ് ജോസഫ് വിമൻസ് കോളേജിലായിരുന്നു. 10ാം ക്ലാസ് വരെ എന്റെ പിതാവ് ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നു. വളരെ നല്ല നിലയിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. 3 കുഞ്ഞുങ്ങളും പിതാവും മാതാവും അടങ്ങുന്ന സന്തുഷ്ടമായ ഒരു കുടുംബം. സാമ്പത്തികമായിട്ടും നല്ല നിലയിലായിരുന്നത് കൊണ്ട് തന്നെ മറ്റു യാതൊരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകവേ 10ാം ക്ലാസ്സിലെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രീഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നതായ ആ സമയത്ത് 1987 എന്റെ പിതാവിന്റെ ബിസിനസ് ഓരോന്നായിട്ട് തകരുവാൻ തുടങ്ങി. താൻ ഓരോ പരീക്ഷണങ്ങൾ ബിസിനസ്സിൽ പരീക്ഷിച്ചു നോക്കി. പക്ഷെ താൻ ചെല്ലുന്ന ഓരോ മേഖലകളും തന്റെ ജീവിതത്തിൽ പരാജയമായിട്ട് ഭവിക്കുവാനിടയായി. അവസാനം സമൂഹത്തിലോ ആ ദേശത്തിലോ നിൽക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ എന്റെ പിതാവ് ബിസിനസ്സിൽ ഒരു പരാജയമായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഏകദേശം 10-12 ലക്ഷത്തോളം എന്ന് ഞാനൊരു ഏകദേശ കണക്ക് പറയുകയാണ്. അത്രയും രൂപയോളം എന്റെ പിതാവിന് അന്ന് ആ ബിസിനസ്സിൽ നഷ്ടം വന്ന് ഒരു വലിയ കടക്കാരനായി എന്റെ പിതാവ് മാറി. എന്റെ മാതാവിന്റെ ബന്ധുക്കളൊക്കെ വളരെ സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ ബിസിനസ് പരാജയപ്പെട്ടെന്നും ഞങ്ങൾ ഒരു കടക്കാരായി സമൂഹത്തിന്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയെന്നും ഉള്ള ഒരു നഗ്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്റെ മാതാവ്, ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുമായിട്ട്, ഞാനാണ് മൂത്ത മകള്, എന്റെ ഇളയതൊരു ആങ്ങള, അതിന്റെ ഇളയതൊരു പെൺകുട്ടി, അങ്ങനെ ഞങ്ങൾ 3 കുഞ്ഞുങ്ങള്, ഞങ്ങൾ 3 പേരുമായിട്ട് എന്റെ മാതാവ് അമ്മച്ചിയുടെ ബന്ധുക്കളുടെ അടുക്കലെല്ലാം കടന്നുപോയി. കാരണമുണ്ട്, അവർ നല്ല സാമ്പത്തികമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ ഈ പരാജയത്തിന്റെ നടുവിൽ, സാമ്പത്തികമായി ബുദ്ധിമുട്ടിന്റെ നടുവിൽ ഞങ്ങളെ സഹായിക്കുവാൻ അവർക്ക് സാധിക്കും എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എന്റെ മാതാവിനെ അങ്ങനെ ഒരു ദൗത്യത്തിന് പ്രേരിപ്പിച്ചത്. അങ്ങനെ എന്റെ അമ്മച്ചി ഞങ്ങളെ കുഞ്ഞുങ്ങളുമായിട്ട് അവരുടെ അടുക്കൽ എല്ലാം ചെന്നു. പക്ഷേ എല്ലാ വാതിലും ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞു. ഓരോന്നായിട്ട് ഞങ്ങളെ സഹായിക്കുവാൻ ആർക്കും സാധിച്ചില്ല എന്ന് വേണം പറയുവാൻ. അവര് ഞങ്ങളെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, വിഷമിക്കേണ്ട, ഇതൊക്കെ മാറുമെന്ന് പറഞ്ഞ് ഒരു വാക്ക് ആശ്വസിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് ആരുമില്ലാത്ത ഒരു അനുഭവത്തിലെത്തി. ധാരാളം ബന്ധുക്കൾ ഞങ്ങൾക്കുണ്ട്, പിതാവിനും മാതാവിനുമുണ്ട്. പക്ഷേ കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾക്ക് ആരുമില്ല. എന്റെ പ്രിയ പ്രേക്ഷകരോട് ഇന്ന് വൈകുന്നേരം സമയം എനിക്ക് പറയുവാനുള്ളൊരു കാര്യം, ജീവിതത്തിൽ എല്ലാം ഉള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ജോലിയുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ എല്ലാവരും ഒരുപക്ഷെ നമുക്ക് തുണയായിട്ടുണ്ടാകും. പക്ഷേ കഷ്ടതയുടെ നടുവിൽ, ജീവിതത്തിന്റെ വേദനകളുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ ഈ ഭൂമി നമ്മെ സഹായിക്കുവാൻ ആർക്കും കഴിയില്ല. പക്ഷേ അവിടെയും നമ്മെ സഹായിക്കുന്ന ഒരു സത്യ ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. ഞങ്ങളെ കുറിച്ച് ഒന്നും പറയുവാൻ ഞങ്ങൾക്കില്ല. ഞങ്ങളെ രക്ഷിച്ച ആ കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾക്ക് അടുത്ത തുണയായിട്ടിരുന്ന എന്റെ കർത്താവ്. ആമേ. സങ്കീർത്തനക്കാരൻ 46-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ അടുത്ത തുണയായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇന്നും കഷ്ടതയിലൂടെയോ വേദനയിലൂടെയോ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയോ, ഒരുപക്ഷെ ഞാൻ പറയട്ടെ, ആത്മഹത്യയുടെ വക്കിലായിരിക്കാം ചിലരെങ്കിലും എന്നെ കേൾക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ആശ്വാസം തരും, നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം തരും. പറയാൻ ഒരു കാരണവും കൂടിയുണ്ട്. എത്രയോ പേർ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഞങ്ങളെ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാനിടയിൽ 75 ലക്ഷം രൂപ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഞാനിവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കൊട്ടാരക്കര സ്വദേശിയാണ്. താൻ ഒരു ദിവസം എന്റെ സാക്ഷ്യം കേട്ട് എന്നെ ഫോണിലൂടെ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, സിസ്റ്ററെ, 75 ലക്ഷം രൂപയുടെ കടം വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഇനി പരിഹാരമായിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ ഉച്ചയായ സമയത്ത് എന്റെ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുകയാണ്. ഏത് കേട്ടാൽ ഒരു ആശ്വാസം കിട്ടും എന്നുള്ള ചിന്തയോടെ
തിരിഞ്ഞു വരുമ്പോൾ സിസ്റ്ററിന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. വാസ്തവത്തിൽ ആ സാക്ഷ്യം കേട്ടപ്പോൾ എന്നോട് ദൈവം സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒരു വാക്ക് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാനും കർത്താവിന്റെ ദാസനും കൂടെ ആ സഹോദരനോട് ഒന്നുകൂടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ ഞങ്ങൾ അദ്ദേഹവുമായി പങ്കുവച്ചു. ഞാൻ പറഞ്ഞു, ബ്രദർ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഈ കഷ്ടതയിൽ നിശ്ചയമായിട്ടും ആ കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവസാനിപ്പിക്കരുത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഞാനും ഹസ്ബൻഡും അതുപോലെ 2 മക്കളും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വീഡിയോ കോളിൽ അല്പസമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ളത്. എന്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. ഇന്ന് അദ്ദേഹം തന്റെ കടഭാരങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ടവനായി വളരെ സ്വസ്ഥതയോടെ, വളരെ സമാധാനത്തോടെ താൻ കർത്താവിനെ സേവിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു. ഇന്ന് അദ്ദേഹം യൂറോപ്പില് തന്റെ ജോലിയോടുള്ള ബന്ധത്തില് ആയിരിക്കുന്നു. തന്റെ കുടുംബം കൊട്ടാരക്കരയിലുണ്ട്. വളരെ സന്തോഷത്തോടെ ഇന്ന് കർത്താവിനെ സേവിക്കുന്ന ഒരു കുടുംബമായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്നും ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ പോകുന്ന സമയത്ത് ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരേ ഒരു പ്രാർത്ഥന ഇതായിരുന്നു: കർത്താവെ, ഒരു വ്യക്തിയെങ്കിലും നിത്യതയിലേക്ക് വഴി നടത്തുവാൻ, ഒരു വ്യക്തിയെങ്കിലും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഞങ്ങളുടെ അനുഭവങ്ങൾ മുഖാന്തരമാകണേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് എത്രയോ കുടുംബങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുവാൻ ഞങ്ങളുടെ അനുഭവങ്ങൾ മുഖാന്തരമായി നോക്കുമ്പോൾ എല്ലാറ്റിനും മുഖാന്തരമായി തീർന്ന സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ആ കഷ്ടതയുടെ നടുവിൽ ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. അങ്ങനെ എന്റെ മാതാവും പിതാവും കൂടെ അവസാനം ഒരു തീരുമാനമെടുത്തു: ഈ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് ഒരിക്കലും നമുക്ക് മുൻപോട്ട് വരുവാൻ കഴിയത്തില്ല, ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മളെ സഹായിക്കുവാൻ നമുക്ക് ആരുമില്ല. ഇനി നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം, കൂടെ ബിസിനസ് ചെയ്ത ആളുകൾ ബോംബെയിലുണ്ട്, അവരുടെ അടുക്കൽ ചെന്ന് ഈ ബിസിനസ്സിൽ മുടക്കിയ പണം മടക്കി ചോദിക്കാം. അവർ ആ പൈസ തിരിച്ചു തന്നാൽ മടങ്ങി വന്ന് കടം വീട്ടി കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം. അല്ല, ഈ പണം മടക്കി കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുക. ഇതായിരുന്നു അവരെടുത്ത തീരുമാനം. ഞങ്ങളെ 3 കുഞ്ഞുങ്ങളെയും പപ്പയുടെ വാർദ്ധക്യത്തിലായ പിതാവിന്റെ മാതാവിന്റെ അടുക്കൽ ആലപ്പുഴയിൽ കൊണ്ടുവന്നു. ഞങ്ങളെ മക്കളെ 3 പേരെയും പപ്പയുടെ അപ്പന്റെ അമ്മയുടെയും കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് എന്റെ കയ്യിൽ ഒരു 500 രൂപ എടുത്ത് പപ്പ തന്നു. മൂത്ത പൈതൽ ഞാനായിരുന്നല്ലോ. എന്റെ കയ്യിൽ ആ പൈസ എടുത്ത് തന്നിട്ട് എന്റെ പപ്പ ഞങ്ങളെ 3 മക്കളെയും കെട്ടിപ്പിടിച്ച് ചിന്തിച്ച് ഞങ്ങളോട് ഈ വാർത്ത ഞങ്ങളുമായി പങ്കുവെച്ചു. പപ്പ പറഞ്ഞ വാക്ക് ഇതാണ്: മക്കളെ, പപ്പയും അമ്മച്ചിയും പോവുകയാണ്. ബോംബെയിൽ ചെന്ന് ഈ ബിസിനസ്സുകാരുടെ അടുക്കൽ ചെന്ന്, നമ്മുടെ കൂട്ടു ബിസിനസ്സുകാരുടെ അടുക്കൽ ചെന്ന് അവർ വാങ്ങിയ പണം മടക്കി ചോദിക്കും. അത് ഞങ്ങൾക്ക് മടക്കി കിട്ടിയാൽ ഞങ്ങൾ വരും, നമ്മുടെ കടം വീട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം. അവർ തന്നില്ലെങ്കിൽ പപ്പയമ്മ എവിടെയെങ്കിലും പോയി മരിക്കും. 10 ദിവസം വരെ മക്കൾ പപ്പയമ്മയെ നോക്കണം. കണ്ടില്ല എങ്കിൽ മക്കൾ ഓർത്തുകൊള്ളണം പപ്പയമ്മയെ മരിച്ചുപോയെന്ന്. പള്ളിയിൽ പോയി മരിച്ചവർക്കുള്ള കുർബാന ചൊല്ലിക്കണമെന്ന് പറഞ്ഞ് ഈ 500 രൂപ എന്റെ കയ്യിലേക്ക് എടുത്തു തന്നു. അപ്പാപ്പനോടും അമ്മയോടും പറഞ്ഞു: ഞങ്ങൾ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഏതെങ്കിലും അനാഥാലയത്തിലാക്കിക്കൊള്ളണം, അവരവിടെ ജീവിച്ചോളും എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരെയും കെട്ടിപ്പിടിച്ച് ചിന്തിച്ച് ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ഞങ്ങളുടെ മാതാവും പിതാവും ഞങ്ങളെ വിട്ട് കടന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ജന്മം തന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാർ അവരുടെ കഷ്ടതയുടെ നടുവിൽ, അവരുടെ ആ വേദനയുടെ നടുവിൽ, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനാവാത്ത പ്രതിസന്ധിയുടെ നടുവിൽ അവർക്ക് ഞങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ സർവശക്തനായ ദൈവം നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. ദൈവവചനം പറയുന്നു: ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഈ ലോകത്തിൽ നമ്മുടെ മാതാവോ, നമ്മുടെ പിതാവോ, നമ്മുടെ സഹോദരങ്ങളോ, നമ്മെ സ്നേഹിക്കുന്നവരാരുമാകട്ടെ, അവരെല്ലാം നമ്മെ കൈവിടും. പക്ഷെ കൈവിടാത്തൊരു ദൈവസ്നേഹമുണ്ട്. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ സാക്ഷ്യം പറയുന്ന, ഞാൻ എന്നും ഉയർത്തുന്ന, എന്നെ സ്നേഹിച്ച, എനിക്ക് ജന്മം തന്ന എന്റെ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു: ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ആമേൻ. ഇന്ന് ഈ സമയം, ഈ സാക്ഷ്യം കേൾക്കുന്ന ഈ സമയം, ഒരുപക്ഷെ ഹൃദയത്തിനകത്ത് എനിക്ക് ആരുമില്ലല്ലോ,
എല്ലാവരും എന്നെ കൈവിട്ടല്ലോ എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ, തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. എന്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷെ കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രിയമുള്ളവരെ, ആരെല്ലാം നമ്മളെ കൈവിട്ടാലും നമ്മെ കൈവിടാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ ആ കർത്താവിനെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ പറയട്ടെ, ഒരു നാളും ആ കർത്താവ് കൈവിടത്തില്ല. എല്ലാവരും കൈവിട്ട ആ ഒരു അനുഭവത്തിൽ എന്റെ മാതാവും പിതാവും ഞങ്ങളെ വിട്ട് കടന്നുപോയി. അവർ എറണാകുളത്ത് ചെന്ന് അവിടെ നിന്നും ട്രെയിനില് ബോംബെയിലേക്ക് പോകാന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ പിതാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. ബോംബെയിലുള്ള തന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാം, എന്താണ് അവരുടെ നിലപാട് എന്നറിയുവാൻ വേണ്ടി. എന്റെ പിതാവ് അവരെ ഫോണിലൂടെ വിളിച്ചപ്പോൾ എന്റെ പിതാവിന് ലഭിച്ച മറുപടി ഇതാണ്: തങ്കശ്ശേരി ഇവിടെ വന്നാൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും, നിന്റെ ശവം പോലും നിന്റെ മക്കൾക്ക് കാണാൻ കൊടുക്കത്തില്ല. അവസാനത്തെ പ്രതീക്ഷയും അവിടെ അസ്തമിച്ചു. എന്റെ പിതാവ് അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ജെസ്സി, ഇനി നമുക്ക് മരിക്കാം, നമ്മുടെ പണം നഷ്ടപ്പെട്ടു, നമ്മളെ സഹായിക്കാൻ ഈ ഭൂമി നമുക്ക് ആരുമില്ല, എല്ലാവരും നമ്മളെ കൈവിട്ടു, എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു, ഇനി നമ്മുടെ മുമ്പിൽ ഒരേ ഒരു വാതിലേ ഉള്ളൂ, ആത്മഹത്യ. രണ്ടുപേരും കൂടെ എറണാകുളം ഫോർട്ട് കൊച്ചിയിലേക്ക് ബസ് കയറി. അവരുടെ ലക്ഷ്യം ഇതായിരുന്നു: കടലിൽ ചാടി ആത്മഹത്യ ചെയ്യണം. കടലിൽ ചാടി മരിച്ചാൽ എവിടെയെങ്കിലും ഏതെങ്കിലും തീരത്ത് പോയി അടിഞ്ഞോളും, ആർക്കും ഒരു പറ്റുന്നില്ല. അങ്ങനെ പപ്പ അമ്മയും കൂടെ ബസ്സിനകത്ത് യാത്ര ചെയ്യുകയാണ്. ബസ് ഇങ്ങനെ കുറേ ദൂരം മുമ്പോട്ട് പോയപ്പോൾ എന്റെ മാതാവ് ആ ബസ്സിനകത്തിരുന്ന് എന്റെ പിൽക്കാല ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ. ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു, ഒരു നല്ല ബിസിനസ് ആയിരുന്നു, ഒത്തിരി ബന്ധുക്കൾ ഉണ്ടായിരുന്നു, ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും ഓരോരുത്തരായി നമ്മളെ കാണാതെ മാറി നടക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, ആരും സഹായമില്ല, എല്ലാവരും പോകും, കണ്ടും കാണാതെയും പോകുന്നവർ. അടുത്ത വരി ഇതാണ്: സഹായവും വാനിന്നറിഞ്ഞത് ഉല്ലാസമേ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആരും നമ്മെ സഹായിക്കാനില്ലായെങ്കിലും സഹായിക്കുന്നതായ ഒരു നല്ല ദൈവം നമുക്കുണ്ട്. എന്റെ അമ്മയ്ക്ക് ആ ബസ്സിനകത്ത് നിങ്ങളെ കരയുകയാണ്. എല്ലാവരും കൈവിട്ടല്ലോ, മാതാപിതാക്കന്മാർ കൈവിട്ടു, സഹോദരങ്ങൾ കൈവിട്ടു, കാർച്ചക്കാർ കൈവിട്ടു, ആരും ഞങ്ങൾക്ക് തുണയായിട്ടില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. സ്നേഹിച്ചിരുന്ന 3 കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ. അവരുടെ ഭാവി എന്തായിത്തീരും? 2 പെൺകുഞ്ഞുങ്ങൾ അവരെവിടെ ചെന്ന് അവസാനിക്കും? ഇതെല്ലാം ചിന്തിച്ച് എന്റെ മാതാവ് തന്റെ ഹൃദയത്തിനകത്ത് അതിവേദനയോടെ ആ ബസ്സിനകത്ത് കരയുകയാണ്. തന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. കൂടെ ഇരിക്കുന്ന യാത്രക്കാർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ മറ്റുള്ളവർ തന്നെ കാണുന്നുണ്ടെന്നോ ഇതൊന്നും എന്റെ അമ്മച്ചിയെ ബാധിച്ചില്ല. അവിടെ നിന്ന് മാതാവ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കണ്ണുകൾ പെട്ടെന്ന് ആ ബസ്സിന്റെ പിന്നിൽ പതിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യശകലത്തിൽ പതിക്കുവാനിടയായി. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വാക്യശകലം കണ്ടപ്പോൾ എന്റെ മാതാവ്, ഞാൻ അപ്പോൾ തന്നെ പറയട്ടെ, എന്റെ അമ്മയ്ക്ക് വളരെ ഭക്തിയായിരുന്നു. കത്തോലിക്ക കുടുംബമായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളെയും പള്ളിയിൽ കൊണ്ടുപോകും. വളരെ വീട്ടിലാണെങ്കിലും എല്ലാ മൊബൈലും കൊണ്ട് എല്ലാം അങ്ങനെയുള്ള പള്ളിയുടെ എല്ലാ ചുറ്റവട്ടങ്ങളും എല്ലാം അനുഷ്ഠിക്കുന്ന ഒരു നല്ല മാതാവായിരുന്നു എന്റെ അമ്മയ്ക്ക്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ 3 പേര് വളരെ ഭക്തിയോടെ വളർത്തിയ ഒരു അമ്മയ്ക്കായിരുന്നു എന്റെ അമ്മയ്ക്ക്. അപ്പോൾ തന്നെ എന്റെ പിതാവ് ദൈവമില്ല എന്ന് വാദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എങ്കിലും മറ്റു യാതൊരു പ്രാർത്ഥിക്കുന്നതിനോ പള്ളിയിൽ പോകുന്നതിനോ ഒന്നും തടസ്സമില്ല. അദ്ദേഹം ദൈവമില്ല എന്ന് വാദിച്ചു നടത്തുന്ന ഒരു വ്യക്തിയാണ്. വളരെ സ്നേഹവാനായ ഒരു പിതാവ് കൂടെയായിരുന്നു എന്റെ പപ്പ എന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബം. അങ്ങനെ ഈ വാക്യശകലം എന്റെ മാതാവിന്റെ കണ്ണുകളിൽ തപ്പിച്ചപ്പോൾ അമ്മയ്ക്ക് ദൈവം അവിടെ ഇരുന്നുകൊണ്ട് ഹൃദയത്തിനകത്ത് ദൈവത്തോട് ചോദിച്ചു: ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദ്യോൻ എന്ന് പറഞ്ഞ ഭക്തനായ ഒരു മനുഷ്യൻ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണിത്: ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ഒരുപക്ഷെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളും ചോദിച്ചു കാണാം: എന്തുകൊണ്ട് ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കഷ്ടത?
നീ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനയിലൂടെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു? ഈ വേദനയ്ക്ക് ഒരു അവസാനമില്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവ്, സർവശക്തനായ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. ഏത് പ്രതിസന്ധികളുടെ നടുവിലും കർത്താവ് പറയുന്നു, പിന്നെ നീ ഭയപ്പെടേണ്ട, മകനെ നീ ഭയപ്പെടേണ്ട, പ്രിയമാതാവെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ വാക്യശകലം എന്റെ മാതാവിന്റെ ഹൃദയത്തിൽ സ്പർശിക്കുവാനിടയായി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അന്ന് രാത്രി കോട്ടുവെച്ചിയുള്ള ഒരു സിമന്റ് ബെഞ്ചിൽ പോയി മാതാവും പിതാവും വിശ്രമിക്കുകയാണ്. അവർക്ക് അവിടുത്തെ തിരക്കൊഴിഞ്ഞിട്ട് കടലിൽ ചാടി മരിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. 1987 ജൂൺ മാസം 16-ാം തീയതി രാത്രി എന്റെ മാതാവും പിതാവും കൂടെ ആ കോട്ടുവെച്ചിൽ പോയി അവിടെ വന്ന് അവിടെ ഇരിക്കുകയാണ്. അവിടുത്തെ തിരക്കൊഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാം. പക്ഷേ അന്ന് രാത്രി മുഴുവൻ അവിടെ ഇരുന്നതല്ലാതെ അവർക്ക് ആ കടലിന്റെ തീരത്തേക്ക് പോകുവാനോ ആത്മഹത്യ ചെയ്യുവാനോ സാധിക്കില്ല. കോട്ടുവെച്ചിട്ട് അറിയാവുന്നവർക്ക് അറിയാം, രാത്രിയാകുമ്പോൾ ധാരാളം ക്ഷീണവല കളിക്കുന്ന ആളുകളുണ്ട് അവിടെ. ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പോലീസുകാർ എപ്പോഴും അവിടെ എപ്പോഴും ലോണ്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കടൽ തീരത്തേക്ക് പോകുവാനോ ആത്മഹത്യ ചെയ്യുവാനോ സാധിക്കില്ല. പിറ്റേ ദിവസം രാവിലെ അപ്പ അമ്മയോട് പറഞ്ഞു, ജസ്റ്റ് ഇവിടെ ഇരുന്നാൽ നമുക്ക് മരിക്കാൻ കഴിയില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് പോകാം, പക്ഷെ എവിടെയെങ്കിലും മരിക്കാമെന്ന് പറഞ്ഞു വീണ്ടും അവർ ബസ് കയറി. തലേ ദിവസം ഏത് ബസ്സിലാണോ അവർ കോട്ടയത്തിൽ വന്നിറങ്ങിയത്, അതേ ബസ്സിൽ തന്നെ ദൈവം വീണ്ടും അവരെ കയറ്റുവാനിടയായി. പിന്നെയും ആ വാക്യശകലത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി, മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവരെ തോക്കുംപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു ലോഡിൽ മുറിയെടുത്ത് രാത്രി വരും. അവിടെ ഇരുന്നിട്ട് രാത്രിയായപ്പോൾ മുറിയൊക്കെ വിട്ട് തങ്ങളുടെ കയ്യിലിരുന്ന സൂക്ഷിനകത്ത് അഡ്രസ് എഴുതി വെച്ചു. അതിൽ ഇപ്രകാരം എഴുതി, ഞങ്ങൾ കടഭാരം മൂലം ആത്മഹത്യ ചെയ്യുന്നു, ഞങ്ങളുടെ ജനം ഈ അഡ്രസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ എത്തിക്കണമെന്ന് എഴുതി വെച്ച് തോക്കുംപടിയില് ഔർലേഡീസ് എന്ന് പറഞ്ഞ കോൺവെന്റിന്റെ തൊട്ട് മുമ്പിൽ ഒരു കൊച്ചു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയുടെ അകത്തേക്ക് അവരുടെ കയ്യിലിരുന്ന് പൂക്കൈക്ക് കൂട്ടി വെച്ചിട്ട് പപ്പയമ്മയും കൂടെ തോക്കുംപടി പാലത്തിലേക്ക് വന്നു. 1987 ജൂൺ മാസം 17-ാം തീയതി അവർ രണ്ടുപേരും കൂടെ തോക്കുംപടി പാലത്തിൽ വന്നു. അമ്മയുടെ സാരിയുടെ മുണ്ടാണി എടുത്ത് പപ്പയുടെ കയ്യിൽ കെട്ടി. കാരണം ആ പാലത്തിന്റെ താഴത്തേക്ക് ചാടുമ്പോൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ മരിച്ചു കിടക്കണം, ഒഴുകി രണ്ടിടത്തേക്ക് പോകരുത് എന്നുള്ള ലക്ഷ്യത്തോടെ എന്റെ പിതാവ് ഈ പാലത്തിന്റെ കയ്യുടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്ന് അമ്മയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നതായ ആ സമയത്ത്, ആ നിമിഷം, ആ സെക്കൻഡിൽ പെട്ടെന്ന് ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് കഴിക്കുവാനില്ല. അതിൽ നിന്നൊരു മനുഷ്യൻ ഓടി വന്ന് എന്റെ മാതാവിന്റെയും പിതാവിന്റെയും കയ്യിൽ പിടിച്ച് വലിച്ച് ആ മനുഷ്യന്റെ ഓട്ടോറിക്ഷയെ കഴിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവരെ കൊണ്ടുവരും കിട്ടുവാനില്ല. ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിരുന്നത് കൊല്ലത്ത് എന്റെ അമ്മച്ചിയുടെ നാട്ടിലായിരുന്നു. അവിടെ ശക്തികുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. എന്റെ പപ്പയുടെ ബിസിനസ്സൊക്കെ അവിടെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ വീട് വാടകയ്ക്ക് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു, ഞാൻ ഏകദേശം ഒരു 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുൻവശത്തുള്ള റോഡിലൂടെ ഒരു മനുഷ്യൻ, പ്രാകൃതനായ മനുഷ്യൻ, താടിയും മുടിയൊക്കെ വീഴ്ച വളർത്തിയ ഒരു മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച എന്റെ പിതാവ് കണ്ടു. എന്റെ പപ്പ ചെന്ന് ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ കുറെ സമയമായല്ലോ ഇതുവഴി ഇങ്ങനെ നടക്കുന്ന ഒരു അപരിചിതനായ മനുഷ്യനായ, അതുകൊണ്ടാണ് കാരണം ഞങ്ങളുടെ നാട്ടിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പപ്പ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരാ, കുറെ സമയമായില്ലോ ഇതുവഴി ഇങ്ങനെ നടക്കുന്നു, എന്താണെന്ന് ചോദിച്ചു. മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പപ്പയോട് പറഞ്ഞു, എനിക്ക് ദുഃഖിക്കുന്ന തോന്നി നിവർത്തിയില്ല, അല്പം ഭക്ഷണം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹത്തിന് കഴിക്കുവാൻ ഭക്ഷണം കൊടുത്തു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തിരച്ചു പറഞ്ഞു, എനിക്ക് ആരുമില്ല, എല്ലാവരും കൈവിടപ്പെട്ട ഒരു മനുഷ്യൻ, എനിക്കൊരു ജോലി ഇതവരെ ചുറ്റുമായി കുറേ ദിവസങ്ങളായി ഞാനിങ്ങനെ ഈ നാട്ടിൽ അലഞ്ഞതും പലരോടും ഞാൻ ജോലി ചെയ്തു, പലരോടും ഞാൻ ഭക്ഷണം ചോദിച്ചു, പക്ഷെ ആരും എന്നെ സഹായിച്ചില്ല, എല്ലാവരും എന്നെ തള്ളിക്കളയും, ചേട്ടൻ എന്നെ സഹായിക്കുമെന്ന് ഈ മനുഷ്യൻ കണ്ണുനീരോടെ എന്റെ പപ്പയോട് ചോദിച്ചു. പക്ഷെ ഈ മനുഷ്യനോട് എന്തോ ഒരു സഹാനുഭൂതി തോന്നി. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഔദ്യോഗത്തിൽ അദ്ദേഹത്തിന് താമസിക്കുവാനുള്ള അവസരം കൊടുത്തു, അദ്ദേഹത്തിന് ജോലി വാങ്ങിച്ചു കൊടുത്തു. ആ മനുഷ്യൻ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഒരു വീട്ടിലെ ഒരു മറ്റൊരു വ്യക്തിയെ പോലെ തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ കൈക്കൊണ്ടു. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് ഒരുമിച്ച് ചില നാളുകളോളം നമ്മളോട് വിളിച്ച് താമസിച്ചു. അദ്ദേഹം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം പപ്പയോട് പറഞ്ഞു, ചേട്ടാ, എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട് കൊച്ചിയില്, എനിക്ക് അവരെ കാണുവാനായിട്ട് പോകണം, എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നെനിക്കറിയണം. ഞാൻ പറയട്ടെ, 1987 എന്ന് പറയുന്ന ആ കാലഘട്ടങ്ങൾ, അന്ന് ഇന്നത്തെ പോലെ ഫോണൊന്നും
സുലഭമായിട്ടില്ലാത്തൊരു കാലഘട്ടമായിട്ട്. ഒരുപക്ഷെ എവിടെയെങ്കിലും ഒരു ലാൻഡ് ഫോൺ ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെടുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അന്ന് കത്തിലൂടെയായിരുന്നു കൂടുതൽ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്റെ കുടുംബത്തെയും തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ കാണുന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്റെ പപ്പ അദ്ദേഹത്തെ പോകുവാൻ അനുവദിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, വർഷങ്ങൾക്ക് ശേഷം 1987 ജൂൺ മാസം 17-ാം തീയതി രാത്രി എന്റെ പിതാവിനെയും മാതാവിനെയും മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം അയച്ചത് മെൽവിൻ എന്ന് പറഞ്ഞ ആ മനുഷ്യനെയായിരുന്നു. ഒരു കാലത്ത് ക്ലിയർ ആയില്ല, പറഞ്ഞേ. മെൽബിൻ. അദ്ദേഹം കൊച്ചിയിലെ വാലിമേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. തോപ്പുംപടിയില് ആ മെൽബിൻ എന്ന് പറഞ്ഞ ആ അങ്കിളിനെയാണ് അന്ന് രാത്രി എന്റെ പിതാവിനെയും മാതാവിനെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം അയച്ചത്. അദ്ദേഹം ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവം, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്ത, എന്റെ പിതാവിനെ മാതാവിനെ തിരഞ്ഞെടുത്ത, എന്നെ ഓമന പേർചൊല്ലി വിളിച്ച എന്റെ കർത്താവ് അന്ന് രാത്രി എന്റെ മാതാവിനെ പിതാവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് ആമേൻ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ആമേൻ അവരെ എത്തിക്കുവാൻ ഇടയാക്കി. പക്ഷേ ഈ സമയം കൊണ്ട് എന്റെ പിതാവ് മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് കഴിയുന്നു. ജീവിതത്തിൽ ഒരു കാലത്ത് നേടിയതെല്ലാം തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. 3 കുഞ്ഞുങ്ങൾ വളരെ സ്നേഹത്തോടെ ആമേൻ താൻ ജന്മം കൊടുത്ത് താൻ വളർത്തി ഇത്രത്തോളം ആക്കിയ, വളരെ പ്രതീക്ഷയോടെ വളർത്തിയ തന്റെ 3 കുഞ്ഞുങ്ങൾ അവന് ഉപേക്ഷിക്കേണ്ടി വന്നു. അവസാനം മരണം മുൻപിൽ കണ്ടുകൊണ്ട് ഇനി ഈ മരിച്ചാലെല്ലാം തീരുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെ, മരിക്കാനുള്ള ആഗ്രഹത്തോടെ വന്നിട്ട് മരിക്കുവാനും സാധിച്ചില്ല. ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം തന്റെ മുൻപിൽ ഒരു വലിയ ഭാരമായി നിൽക്കവേ താനൊരു മാനസിക രോഗിയെ പോലെ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ മാതാവിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നിട്ട് പറയും, വഴിയിൽ പോകുന്ന ഓരോ മനുഷ്യരെയും കാണുമ്പോൾ, ജസ്മി എന്നെ നീ സൂക്ഷിച്ചോണേ, എന്നെ നീ പിടിച്ചോണേ, അവരെന്നെ പിടിച്ചുകൊണ്ട് പോകും, പോലീസുകാർ വരും, എന്നെ പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുന്ന ഒരു പിതാവിനെയാണ് പിന്നെ എന്റെ മാതാവിന് കാണുവാനത്. ഈ ഒരു അനുഭവം കൂടെ ആയപ്പോൾ എന്റെ അമ്മച്ചി തകർന്നു പോയി. കാരണം ഇത്രയും ദിവസം അമ്മച്ചി നിന്നത് പപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ബലത്തിലായിരുന്നു. ഇവിടെ ഇതാ പപ്പ ഒരു നിസ്സഹായനായ മനുഷ്യനായി തീർന്നു, ഒരു ബലഹീനനായ മനുഷ്യനായി തീർന്നു. എല്ലാ ബലവും നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്ത ഒരു അനുഭവത്തിലായ ഒരു മനുഷ്യൻ. ഇനി അദ്ദേഹം എന്തു ചെയ്യും, അദ്ദേഹത്തോടൊപ്പം ഇനി എന്ത് ചെയ്യും, എന്താണ് മുൻപിലുള്ള വഴി എന്നറിയാതെ ജീവിതത്തിന്റെ മുമ്പിൽ പകച്ചുപോയ ഒരു മനുഷ്യൻ. ആ സമയത്ത് മെൽബിനെ ആ കൊച്ചു വീടിനകത്തുള്ള ഒരു കൊച്ചു മുറിനകത്തിലായിരുന്നു. എന്റെ മാതാവ് അന്ന് രാത്രി അവിടെ കിടന്ന് വാവിട്ട് ദൈവത്തോട് കരയാൻ തുടങ്ങി. എന്തിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നു? ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്? എന്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഈ ഒരു ചോദ്യം ഹൃദയത്തിൽ നിങ്ങൾക്ക് ഉത്ഭവിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവമാണ്. കാരണം അമ്മയുടെ ഉദരത്തിൽ നമ്മെ ഉരുവാക്കിയത് ആ ദൈവമാണ്. നാം എന്താണ് ചെയ്യണമെന്ന് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആമേൻ. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, പക്ഷേ ദൈവത്തിന്റെ ആലോചന മാത്രമേ അത് നിവർത്തിയാകുകയുള്ളൂ. ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു തിരുവചനമുണ്ട്. ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നോക്കുക പ്രിയപ്പെട്ടവരെ, ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെയാ ഉരുവായി വരുന്നത്? ആ കുഞ്ഞിന് കണ്ണെങ്ങനെ ഉണ്ടായി, അതിന് മൂക്ക് എങ്ങനെ ഉണ്ടായി, അതിന്റെ അസ്ഥികൾ എങ്ങനെ ഉണ്ടായി, അതിന് കൈകാലുകൾ എങ്ങനെ ഉണ്ടായി, ഇതൊന്നും ആ അമ്മ അറിയുന്നില്ല, ആ ഗർഭിണി അറിയുന്നില്ല. പക്ഷെ ആ ഉദരത്തിനകത്ത് ആ കുഞ്ഞിനെ മെനയുന്ന ഒരു കരങ്ങളുണ്ട്, സ്വർഗത്തിനായ ദൈവത്തിന്റെ കരം. ആ ദൈവത്തിന്റെ കരം എങ്ങനെ അതിൻ്റെ അകത്ത് അത് മെനയുന്നു എന്ന് നാം അറിയാത്തതുപോലെ സകലവും നിർവഹിക്കുന്ന, സകലവും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നാം അറിയുന്നില്ല, പക്ഷേ ദൈവം അറിയുന്നു. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ആമേൻ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ചുവപ്പാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയോ നിരൂപണങ്ങൾ. ഒരു പക്ഷേ ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് തിന്മയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാകാം. ആമേൻ. എബ്രായ ലേഖനത്തിന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരം അത്രയെന്ന് നമുക്ക് തോന്നും. പിന്നത്തേതിനോ
അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. എന്റെ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഹൃദയത്തിനകത്ത് ദൈവമേ എന്തിനെ ഒരു ജീവിതം എനിക്ക് തന്നു, എന്തിനെ ഒരു ജന്മം എനിക്ക് തന്നു, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ദൈവമെല്ലാം അറിയുന്നു. ദൈവമെല്ലാം അറിയുന്നു. ഇതിനെല്ലാം ഒരു ശുഭകരമായ പര്യവസാനം ഉണ്ടാകും. അതുകൊണ്ട് നിരാശപ്പെടരുത് കേട്ടോ, നിരാശപ്പെടരുത്. ദൈവത്തിൽ പ്രത്യാശ വെക്കുക. സംഗീതക്കാരൻ പറയുന്നു, എന്റെ മനസ്സെ നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വെക്കുക. അങ്ങനെ എന്റെ മാതാവ് അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുക, ദൈവമേ ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വാസ്തവമായിട്ടും ആ കൊച്ചു മുറിയുടെ അകത്ത് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ആ മുറിയുടെ അകത്ത് ഇറങ്ങി വന്നു. ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരായിരുന്നു. ദൈവം ആര്, യഥാർത്ഥമായ സത്യ ദൈവം ആരെന്ന് ഞങ്ങൾ അറിയാതിരിക്കെ, അവൻ ഞങ്ങൾ ശത്രുക്കളായിരിക്കെ, ഞങ്ങൾ ദോഷികളായിരിക്കെ, ഞങ്ങൾ അഭക്തരായിരിക്കെ, അവൻ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. അന്ന് എന്റെ മാതാവ് ഇരിക്കുന്ന കൊച്ചു മുറിയുടെ അകത്ത് എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് എന്റെ അമ്മച്ചിയോട് ഇങ്ങനെ സംസാരിച്ചു, മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് ഈ വചനം, ഈ സാക്ഷി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്കും പറയുവാനുള്ളത്, ഭയപ്പെടേണ്ട കേട്ടോ, ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. സംഗീതക്കാരൻ പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ആമേൻ. ഭയം നമ്മെ അലട്ടുമ്പോൾ ഒരുപക്ഷെ സാമ്പത്തിക വിഷയത്തിലുള്ള ഭയമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യ വിഷയത്തിലുള്ള ഭയമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ തലമുറയുടെ ഭാവിയെ കുറിച്ചുള്ള ഭയമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ നാളുകളെ കുറിച്ച് എന്തായിത്തീരുമെന്നുള്ള ഭയമായിരിക്കാം. ഏത് ഭയത്തിന്റെ നടുവിലും എന്റെ കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. കാരണം ആമേൻ ഭയത്തെ ആമേൻ മുറ്റും മാറ്റി നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വസ്ഥത തരുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്നും പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ഒരു ദൈവവചനം, ഈ ഒരു ദൈവ ശബ്ദം എന്റെ മാതാവിന്റെ ഹൃദയത്തിൽ കേട്ടപ്പോൾ താനത് വ്യക്തമായിട്ട് തന്റെ കർണപുടങ്ങളിൽ താനത് ശ്രമിച്ചപ്പോൾ തന്നെ എന്റെ മാതാവിന് ഇങ്ങനെ മനസ്സിലായി, എവിടെയെങ്കിലും പ്രാർത്ഥനക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയി പ്രാർത്ഥിക്കാം, ഒരു സമാധാനം കിട്ടും. അങ്ങനെ ഒരു ചിന്ത തന്നെ ഉത്ഭവിക്കുവാൻ ഒരു കാരണം കൂടെയുണ്ട്. തന്റെ ചെറിയ പ്രായത്തിൽ, ഏകദേശം തന്നെ 2-3 ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ അമ്മച്ചി 2-3 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് അമ്മച്ചിയുടെ ആങ്ങള കോട്ടയത്തെ കേരളത്തിൽ ട്രിപ്പില് ഒരു ജീവനക്കാരനായിരുന്നു. അന്ന് അമ്മച്ചിയുടെ അമ്മയോടൊപ്പം, അതായത് ഞങ്ങളുടെ അമ്മാമ്മയോടൊപ്പം അമ്മച്ചിയുടെ കുഞ്ഞു പ്രായത്തില് ആങ്ങളെ കാണുവാനായിട്ട് അവിടെ വന്ന സമയത്ത് അവിടെ നടക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയെ സംബന്ധിച്ചിരുന്നു. ആ ഒരു ചിന്ത, ആ ഒരു കൂട്ടായ്മ തന്റെ ആ കൊച്ചു ഹൃദയത്തിനകത്ത് കിടപ്പുണ്ടായിരുന്നു. താൻ ഇന്ന് ഇത്രയും വലുതായി 3 മക്കളുടെ അമ്മയായി കഴിഞ്ഞപ്പോഴും തന്റെ ഹൃദയത്തിനകത്ത് കൊച്ചു പ്രായത്തില് താൻ അനുഭവിച്ച ഒരു ആത്മസന്തോഷം അത് തന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അന്ന് താൻ അവിടെ അനുഭവിച്ചറിഞ്ഞു അവിടെയുള്ള ദൈവമക്കളുടെ സ്നേഹം, ആ ദൈവ സാന്നിധ്യം, അവിടെ അനുഭവിച്ചറിഞ്ഞ ആ സമാധാനം. ഒരു കൊച്ചു കുഞ്ഞായിരുന്നെങ്കിലും തന്റെ ഹൃദയത്തിനകത്ത് ഒരു വേരായി അതവിടെ കിടന്നു, ഒരു വിത്തായിട്ട് അവിടെ കിടന്നു, അതവിടെ കിടന്ന് മുളച്ചു വളർന്ന് ഇപ്പോൾ തന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു, പ്രാർത്ഥനക്കാരുടെ കൂടെ പോയി പ്രാർത്ഥിച്ചാൽ ഒരു സമാധാനം കിട്ടും. അങ്ങനെ പപ്പയോട് പറഞ്ഞു, പപ്പ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പ്രാർത്ഥനക്കാരുണ്ടോ എന്ന് അന്വേഷിക്കാം. അങ്ങനെ തിരക്ക് നടന്ന് തോക്കുംപടിയിൽ കഴുത്തുമുട്ട് എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ സെറ്റ് ഓഫ് ബോർഡിന്റെ ഒരു ദൈവസഭ ഹോള് കണ്ടു. അവിടെ ചെന്നു ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ പിതാവ് പ്രാർത്ഥനാ സ്ഥലത്ത് ഏറ്റവും പുറകിൽ വെച്ചിരുന്നു. പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് ഏകദേശം 150-150ഓളം പേര് അന്ന് ആരാധിക്കുന്ന ഒരു സഭയായിരുന്നു അത്. അവിടുത്തെ ദേവദാസൻ വന്ന് പപ്പയെ പരിചയപ്പെട്ടു. അത് പപ്പയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പപ്പ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു ഒറ്റ വാക്കിലാണ്, ഞാൻ സമാധാനമില്ലാത്തൊരു മനുഷ്യനാണ്, എനിക്ക് സമാധാനം തരുവാൻ നിങ്ങളൊക്കെ ഉണ്ടാവും. കർത്താവിന്റെ ദാസൻ പപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, എനിക്കോ ഇവിടെ ഈ കൂടിയിരിക്കുന്ന ഒരു മനുഷ്യനും നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയില്ല. പക്ഷേ സമാധാനം തരുന്ന ഒരുവനുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങളെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തു. പിന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേക്ക് പോകുന്നു, ഈ ലോകം തരുന്നത് പോലെയല്ല. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ വില കൊടുത്ത് നമുക്ക് വാങ്ങുവാൻ കഴിയാത്തൊരു വസ്തുവാണ് സമാധാനം എന്ന് പറയുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും സമാധാനത്തിന് വേണ്ടി ജനം നെട്ടോട്ടം ഓടുക. എവിടെ കിട്ടും സമാധാനം? അവിടെ കയറുന്നു, ഇവിടെ കയറുന്നു, വഴിപാടുകൾ അർപ്പിക്കുന്നു, നേർച്ചകൾ അർപ്പിക്കുന്നു, എല്ലാം സമാധാനം ലഭിക്കുവാൻ
മനുഷ്യൻ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം അവസാനം പരാജയമായി അവസാനം ഒരു കയറിലോ അല്പം വിഷത്തിലോ ഒരുപക്ഷെ കുറച്ച് ട്രീറ്റ്മെന്റിലോ ഒക്കെ അവർ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ എന്റെ കർത്താവ് ഇന്നും പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഈ ലോകം തരുന്നത് പോലെയല്ല. കർത്താവ് തന്നെ സമാധാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് നിത്യമായ സമാധാനം. ആ സമാധാനം നൽകുന്ന കർത്താവിനെ കുറിച്ച് അന്ന് എന്റെ പിതാവ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവമില്ല എന്ന് വാദിച്ചുകൊണ്ട് എന്റെ പപ്പ ആകെ പള്ളിയിൽ വരുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക്, കത്തോലിക്കർക്ക് ദുഃഖവെള്ളിയാഴ്ച ആകുമ്പോൾ യേശുവിന്റെ രൂപം ഇങ്ങനെ ഒരു പെട്ടിയിടത്ത് ഇങ്ങനെ കിടത്തും. എന്നിട്ട് എല്ലാ ആൾക്കാരും അവിടെ വന്നിങ്ങനെ യേശുവിന്റെ രൂപം തൊട്ട് വന്നിച്ച് ഇങ്ങനെ പോകുന്ന ഒരു ചടങ്ങുണ്ട് ദുഃഖവെള്ളിയാഴ്ച രാത്രി 12 മണിക്ക്. ആ ഒരു ചടങ്ങ് നടത്തുവാൻ വേണ്ടി ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന് രാത്രി ആക്കുവാനായിട്ട് മാത്രമായിരുന്നു എന്റെ പിതാവ് വന്നുകൊണ്ട്. അതായത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ ഒരു നിലവാരത്തിലായിരുന്നു. പക്ഷേ അന്ന് ദൈവത്തിന്റെ ദാസൻ കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നും കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്നും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നും ഉള്ള ആ സത്യം തന്നോട് പങ്കുവെച്ചപ്പോൾ താൻ ആ ദൈവദാസന്റെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് കണ്ണുനീരോടെ തനിങ്ങനെ പറഞ്ഞു, എന്നെ രക്ഷിക്കുന്ന എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തിൽ രക്തം വരെ ഊറ്റിത്തന്ന് എന്നെ വീണ്ടെടുത്ത് എന്നെ നിത്യജീവന്റെ അവകാശിയാക്കി തീർക്കുന്ന, എനിക്ക് സമാധാനം തരുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ നിത്യമായും ആ കർത്താവിന്റെ മകനായി ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് താൻ അന്ന് അവിടെ വെച്ച് കർത്താവിനെ തന്റെ രക്ഷകരും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഇടയായിട്ട് ഒരു കാലത്ത് ദൈവമില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം സത്യദൈവമായ യേശുക്രിസ്തു ഉണ്ട് എന്ന് അവിടെ വെച്ച് വിശ്വസിക്കുവാനിടയായി. കർത്താവിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിക്കുവാനിടയായി. കർത്താവിന്റെ ദാസൻ അവിടെയുള്ള ദൈവമക്കളോട് പറഞ്ഞു, ദൈവമക്കളെ എല്ലാവരും ചേർന്ന് ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവിക സമാധാനം ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ദൈവം അയക്കുവാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാരെല്ലാം കൈകൾ കോർത്ത് വിളിച്ചു. അവർ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എന്റെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളുടെ സഹോദരനോട് സമാധാനം കൊടുക്കണം. എന്റെ പപ്പ മാത്രം കണ്ണു തുറന്നിങ്ങനെ നോക്കുക, ഇവരെന്തിനാ കരയുന്നത്? പപ്പയ്ക്ക് മനസ്സിലായില്ല. പപ്പയുടെ ഹൃദയത്തിൽ പെട്ടെന്ന് തന്നെ ചിന്തിപ്പിച്ചൊരു ചിന്തയുണ്ട്, എനിക്ക് ഒത്തിരി കൂടപ്പറപ്പുകളുണ്ട്, എനിക്ക് ഒത്തിരി സഹോദരങ്ങളുണ്ട്, എനിക്ക് ചാർച്ചക്കാരുണ്ട്. പക്ഷേ എന്റെ കഷ്ടതയുടെ നടുവിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, എനിക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിൽക്കുവാൻ എനിക്ക് ആരുമില്ലായിരുന്നു. ഇവിടെ ഇതാ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപറ്റം ദൈവമക്കള്, എന്റെ രക്തബന്ധമല്ല, എന്റെ പരിചയക്കാരല്ല, എന്നെ ആദ്യമായിട്ട് കണ്ടിരിക്കുന്ന കുറച്ച് സഹോദരങ്ങൾ, അവർ എനിക്ക് വേണ്ടി കരയുന്നു, അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ചിന്ത തന്റെ ഹൃദയത്തിനകത്തേക്ക് വന്നപ്പോ ആ സമയത്ത് എന്റെ കർത്താവിന്റെ ദാസൻ തങ്കച്ചൻ, ഇന്നും അദ്ദേഹം കൊച്ചിയില് സഭയുടെ കൊച്ചിൻ സെൻട്രൽ പാസ്റ്ററായിട്ട് താൻ ഇന്നും അവിടെ സേവനമനുഷ്ഠിക്കുന്നു. അന്ന് അദ്ദേഹമായിരുന്നു ആ ചർച്ച് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ആ കർത്തൃദാസൻ എന്റെ പിതാവിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തന്റെ ഹൃദയത്തിൽ നിന്ന് മരണഭയം മാറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തന്റെ ഹൃദയത്തിൽ നിന്ന് നിരാശകൾ മാറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തന്റെ ഹൃദയത്തിനകത്ത് ദൈവിക സമാധാനം വന്നു നിറയുവാനിടയായി. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഈ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനാണ്. ആ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ ഞാനൊരു പാപിയാണ്, എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, ഇന്ന് എന്നെ അങ്ങയുടെ മകനായി അങ്ങയുടെ മകളായി ജീവിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവിന്റെ മക്കളായി തീരുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചു പോയവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ മക്കളായി തീർന്നു കഴിയുമ്പോൾ കർത്താവിന്റെ സമാധാനം കർത്താവിന്റെ മക്കൾക്കുള്ളതാണ്. കർത്താവിന് എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം അവകാശികൾ
കർത്താവിന്റെ മക്കളാണ്. വാസ്തവത്തിൽ ദൈവ മക്കളായി തീർന്നു എന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, കാണീ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നാം പാപികളായ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയും. എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുമ്പോഴെല്ലാം എപ്പോഴും എന്റെ കർത്താവ് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഈ കർത്താവിനെ സ്നേഹിക്കാൻ, ഈ കർത്താവിന്റെ മകളായി തീരുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. അത് ചിത്രങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, യഹോവ ദൈവമായിരിക്കുന്ന ജാതി അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരെങ്കിലും ദൈവത്തിന്റെ മക്കളായി തീർന്നിട്ടില്ലായെങ്കിൽ, ഇതുവരെയും ആ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീർന്നിട്ടില്ലായെങ്കിൽ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, കർത്താവിന്റെ മക്കളായി തീരുക, ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുക. ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും അതെല്ലാം നാം ഈ ഭൂമിയിൽ തന്നെ ഇട്ടുപോകണം. ആമേൻ. അതുകൊണ്ട് ആ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, നഗ്നനായി നാം ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായി തന്നെ നാം തിരിച്ചു പോകും. ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ ദൈവം നമുക്ക് തന്ന ആത്മാവ് അത് വിലയേറിയതാണ്. ആ ആത്മാവ് നിശ്ചയമായും നമുക്ക് ദാനം തന്ന ആ ദൈവത്തിന്റെ അടുക്കൽ തന്നെ ചേരണം. സഭാപ്രസംഗിന്റെ പുസ്തകത്തിൽ പറയുമല്ലോ, കൊടി പണ്ടായിരുന്നത് പോലെ കൊടിയിലേക്ക് മടങ്ങിച്ചേരും. ആത്മാവോ അത് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലണം. ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലണമെങ്കിൽ നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. വിശുദ്ധനായ ദൈവം ഇരിക്കുന്ന ആ വിശുദ്ധിയുള്ള സ്വർഗം രാജ്യം പ്രാപിക്കണമെങ്കിൽ നാമും വിശുദ്ധരായി തീരണം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളാണ്. ഈ പാപികളായ മനുഷ്യർക്ക് ഒരിക്കലും സ്വർഗരാജ്യം പ്രാപിക്കുവാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം തന്റെ പുത്രനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നു. എന്തിനെന്നറിയാമോ? വിശുദ്ധനായ ദൈവം ഇരിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ. ആ സ്വർഗരാജ്യത്തിൽ നമുക്കും ചെന്ന് ചേരുവാൻ വേണ്ടിയിട്ടാ യേശു കർത്താവിനെ നമുക്ക് തന്നത്. നാം മറ്റൊന്നും കൊടുക്കണ്ട. നമ്മുടെ പണം കർത്താവിന് വേണ്ട, നമ്മുടെ വെടിവഴിപാടുകൾ ഒന്നും വേണ്ട, നമ്മുടെ എണ്ണത്തിരികളോ നമ്മുടെ ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. ഒന്നു മാത്രമേ കർത്താവ് ചോദിക്കുന്നുള്ളൂ, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സർവശക്തനായ കർത്താവിന്റെ മക്കളായി തീരുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിന്റെ മക്കളായി കഴിഞ്ഞാൽ നിശ്ചയമായും ആ ദൈവരാജ്യം നമുക്കും അവകാശമാണ്. ആ ഒരു ദൈവരാജ്യത്തിന്റെ അനുഭവം അന്ന് എന്റെ പിതാവിനെ സ്ഥാപിക്കുവാൻ ഇടയായിത്തീർന്നു. താൻ അന്ന് കർത്താവിനെ തന്റെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷം, താൻ ഇന്നുവരെ അനുഭവിക്കാത്തൊരു സമാധാനം, അത് അത്രയും നേരമുള്ളൊരു സംഘത്തിനല്ല, അവിടെ നിന്ന് മറ്റൊരു മനസ്സിലായിത്തീർന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ പഴയതെല്ലാം കഴിഞ്ഞുപോയി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, പഴയ ജീവിതം കഴിഞ്ഞുപോയി, പഴയ അസമാധാനം കഴിഞ്ഞുപോയി, പഴയ ആ നിരാശകൾ കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നു. കാരണം ക്രിസ്തുവിന് സകലവും പുതുതായി തീർന്നു. ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാവും. മറ്റൊന്ന് ദൈവിക സന്തോഷം നാം അനുഭവിക്കും. മറ്റൊന്ന് വലിയൊരു പ്രത്യാശയുടെ ഒരു അവകാശമായിട്ട് നാം അറിയുകയാണ്. ഒരുവൻ ക്രിസ്തുവിനായി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഈ പാട്ടുകാരൻ പാടുന്നത് പോലെ നാട് വിട്ട് വീട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് കാഠിന്യമാം ശോധനയും ജ്ഞാനം ചെയ്തവരായിട്ട് ഈ ജനമെല്ലാം ഇങ്ങനെ മാറി വരുവാനുള്ള കാരണം ഒറ്റ കാര്യങ്ങളുള്ളൂ. ഈ ഭൂമിയില് ഒന്നും നേടുവാനല്ല, ഇവിടെ കടം മാറുവാനല്ല, ഇവിടെ രോഗം മാറുവാനല്ല, ഇവിടെ വലിയ ബംഗ്ലാവുകൾ പണിയാനല്ല, വലിയ സൗധങ്ങൾ നേടുവാനല്ല, കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകാനല്ല. ഒരേ ഒരു കാര്യം മാത്രം, ആമേൻ, ഇവിടത്തെ ഈ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതം നമുക്കുണ്ട്. നമ്മുടെ ആത്മാവ് ആ നിത്യ സ്വർഗത്തിലെത്തണമെങ്കിൽ, നിത്യരാജ്യത്തിലെത്തണമെങ്കിൽ, സ്വർഗീയ പിതാവിരിക്കുന്ന നിത്യരാജ്യത്തിലെത്തണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ പാപങ്ങളെ നാം കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ദൈവത്തിന്റെ മക്കളായി തീർന്നേ മതിയാകുള്ളൂ. ദൈവത്തിന്റെ മക്കളായി നാം എന്ന് തീരുന്നോ ആ നിമിഷം മുതൽ ദൈവത്തിനുള്ള സമാധാനം, ദൈവത്തിന്റെ സന്തോഷം, ദൈവികാവകാശം, ദൈവിക രാജ്യം നമുക്ക് അവകാശമായിട്ട് ദൈവം തരും. ആ ഒരു അനുഭവം എന്റെ പിതാവിനും
മാതാവിനും പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് കൃപ തന്നു. ഈ ദിവസങ്ങൾ അമ്മൻ പപ്പ അപ്പോൾ തന്നെ അവിടെയുള്ള സഹോദരങ്ങൾ പപ്പയോട് വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ അവരവിടെ ഒരു ചെറിയ വാടക വീട്, പപ്പയുടെ കയ്യിൽ 500 രൂപയാണ് ബാലൻസ്. ആ 500 രൂപയ്ക്ക് ഒരു ചെറിയ വാടക വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു കൊച്ചു മുറി വാടക കൊടുത്ത് എന്റെ പിതാവും മാതാവും ഇവിടെ അവരുടെ പുതിയ ജീവിതം, കർത്താവിനോടൊപ്പമുള്ള ജീവിതം, ഇത്രയും നാളുള്ള ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു ജീവിതമായിരുന്നു. അന്ന് മുതൽ സന്തോഷകരമായ ഒരു ജീവിതം, കർത്താവിനോടൊപ്പം ഒരു ജീവിതം അവിടെ പടുത്തുയർത്തുവാനായി തുടങ്ങി. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും ഈ സമയത്ത് എന്റെ അപ്പാപ്പന്റെ അമ്മാമ്മയുടെ അടുക്കലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങള് എന്റെ പപ്പയമ്മ ജീവനോടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ 3 കുഞ്ഞുങ്ങൾ വളരെ നിരാശരായിരുന്നു. കാരണം ഓരോ ദിവസവും നേരെ വെളുക്കുന്നത് ധാരാളം കടക്കാർ ഞങ്ങളുടെ മുറ്റത്ത് വന്ന് വെല്ലുവിളിച്ച് കാണിക്കുന്നത്, നിന്നയുടെ വാക്കുകൾ പറയുന്ന അസഭ്യം പുലമ്പുന്ന വാക്കുകളാണ് അവർ ഞങ്ങളുടെ നേർക്ക് അവര് തൊടുത്തു വിടുന്നത്. അപ്പോൾ തന്നെ പല കേസുകളിലൊക്കെ കടഭാരമുള്ളത് കൊണ്ട് തന്നെ പലരും കൊണ്ട് കേസ് കൊടുത്തു. പോലീസ് അന്വേഷിക്കാൻ വല്ലാത്ത നാണം കെട്ട ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നോണ്ട് ക്ഷമിക്കണമേ, നാടൻ ഭാഷയിൽ ഞാൻ പറയും, നാണം കെട്ട ഒരനുഭവത്തിൽ ഞങ്ങൾ 3 കുഞ്ഞുങ്ങള് അതേ ഒറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഞങ്ങളെ കൈവിട്ടുക, ആർക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഓരോരുത്തർ വന്ന് നിന്നയുടെ വാക്കുകളും അസത്യമൊക്കെ പുലമ്പുമ്പോൾ ഞങ്ങളുടെ കുറെ ദൈവങ്ങൾ ഇരിക്കുന്ന ഒരു കൊച്ചുമുറി ഞങ്ങൾക്കുണ്ട്. ആ കൊച്ചുമുറിയുടെ ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും കൂടെ ഓടിക്കുന്നു. ആ രൂപങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നെഞ്ചത്തിടിച്ച് ഞങ്ങൾക്ക് അറിയും, ഞങ്ങളുടെ പപ്പയമ്മയും നിങ്ങൾ കൊണ്ടുപോയില്ലേ, ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തിടിച്ച് കരയുമായി. പക്ഷേ ദൈവവചനം നോക്കി അവരുടെ സംഗീതത്തിൽ വാശികൾ പോലെ അവൻ ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയാകും. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ട് പക്ഷെ കേൾക്കുന്നില്ല, അവ കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നില്ല. അതെ, ആ ദൈവങ്ങളുടെ മുമ്പിലെല്ലാം ഞങ്ങൾ പോയി കരഞ്ഞു. ഞങ്ങളോട് പറഞ്ഞില്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ കരയില്ലാതെ, ഞങ്ങളുടെ കണ്ണുനീർ അവർ തുടച്ചില്ല. പക്ഷേ എന്റെ കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, എന്റെ മാതാവിനെ പിതാവിനെ മരണത്തിൽ നിരപ്പിച്ച് ഈ 3 കുട്ടികളാകുന്ന മകൾക്ക് കർത്താവ് മടക്കി തന്നു. ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ പപ്പയമ്മയും ജീവനോടെ കൊച്ചിയിലുണ്ട്. ഞങ്ങൾ വന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി ആ കൊച്ചുമുറിയുടെ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു. പക്ഷേ അവിടെ ചെന്ന് പപ്പയമ്മയെ അറിഞ്ഞ ആ കർത്താവിനെ ഞങ്ങൾക്കും അറിയുവാൻ കഴിഞ്ഞു. ഞങ്ങളും ആ ദൈവ സ്നേഹം അനുഭവിച്ചറിഞ്ഞു. ഞങ്ങൾക്കൊന്നും മനസ്സിലായി, ഈ ലോകത്തിൽ ആരുമില്ല ഞങ്ങളെ കൈവിട്ടാലും കൈവിടാത്തൊരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അവനങ്ങനെ 1987 ഓഗസ്റ്റ് മാസം ഞങ്ങൾക്ക് പപ്പയ്ക്കും എനിക്ക് ഞങ്ങൾ 3 പേർക്ക് ഒരുമിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് കർത്താവിന്റെ മക്കളായി വലിയ ഭാഗ്യം കർത്താവ് തന്നു. സതിച്ചാട്ടുകളുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയുണ്ട്, വെള്ളിയിൽ നിന്ന് തീരം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. അവൻ ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നു, സന്തോഷമാണ്. അവൻ അപ്പോൾ തന്നെ എന്റെ പിതാവിന് ജോലിയില്ല. ഞാൻ തൊട്ടടുത്തുള്ള കുറച്ച് വീടുകളിൽ ചെന്ന് അവിടെയുള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ ട്യൂഷൻ എടുത്ത് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞാങ്ങളെ 7ാം ക്ലാസ്സിലാണ് അന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ 3 പേരെ അന്ന് സ്കൂളിൽ വിടാനൊന്നും പപ്പയ്ക്കൊന്നും നിവർത്തിയില്ല, ഒന്നും വരുമാനം ഒന്നും ഇല്ലാത്ത പപ്പ. അങ്ങനെ എന്റെ കുഞ്ഞാങ്ങളെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഉടമത്തിൽ തന്നെ 50 വീടുകളിൽ അവന് പത്രം ഇടാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു സൈക്കിൾ കൊടുത്ത് അവനെ വിട്ടു. അങ്ങനെ ഈ ഒരു കൊച്ചു ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ 5 പേര് ദിവസത്തോടെ കർത്താവിനോടൊപ്പം ഞങ്ങളുടെ ജീവിതം അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും പണിതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുപോലെ ചിക്കൻ പോക്സ് വന്നു. എന്റെ പപ്പ വെച്ച് ഞങ്ങൾ 4 പേര് ചിക്കൻ പോക്സ് വന്ന് കൊച്ചു മുറിയുടെ കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എങ്ങനെ മുമ്പോട്ട് പോകും, വരുമാന മാർഗങ്ങൾ അടഞ്ഞു. ഒരുമിച്ചല്ല ചിക്കൻ പോക്സ് വന്ന കുറച്ച് ഒരാൾക്ക് ആദ്യം വന്നു, അവരുടെ ഏകദേശം 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്ക് വന്നു, വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്ക് വന്നു. ഇങ്ങനെ ഞങ്ങളിങ്ങനെ ക്ലീനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ അസുഖം വന്ന് കിടക്കുകയാണ്. എന്റെ ആങ്ങളുടെ വായി വ്രണം വന്നു, ചിക്കൻ പോക്സ് വ്രണം വന്ന് നിറഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞു. അന്ന് ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു സഹോദരൻ പോപ്പടിയിലെ എബനേസർ എന്ന പേരുള്ള ഒരു തുണിക്കട നടത്തുന്ന ജോസഫ്, അദ്ദേഹം കൊണ്ടുവന്നൊരു 10 കിലോ അരിയുടെ ഒരു ചാക്ക് വീടിന്റെ മുറ്റത്ത് വെച്ചിട്ട് ഒരു ദിവസം അദ്ദേഹം പോയി. ആ അരി അത് കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിക്കും. ഉപ്പോ മുളകോ ഒന്നും, ഒരു ഉള്ളി ഒന്നും എടുക്കാൻ ഞങ്ങളുടെ വീട്ടിലില്ല. അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ ഞങ്ങൾ ഇവിടെ മുമ്പോട്ട് പോവുകയാണ്.
എന്റെ ആങ്ങളുടെ വായിൽ വ്രണം വന്നിട്ട് ഈ കഞ്ഞി പോലും കുടിക്കുവാൻ കഴിയാതെ ആ കുഞ്ഞ് വളരെ ഭാരപ്പെട്ട പപ്പ എനിക്ക് ഒരു അവർ ബിസ്ക്കറ്റ് വന്നു തരുമോ, എനിക്ക് വെള്ളത്തിൽ ഇങ്ങനെ ചാലിച്ച് കുടിച്ചെടുത്ത് കടക്കാനാണ്. അപ്പൊ തൊട്ടടുത്തുള്ള കടയിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കവർ ബിസ്ക്കറ്റ് എനിക്ക് കടം തരണം, അടുത്ത മാസം എനിക്ക് ജോലി കിട്ടും, ഞാൻ അപ്പൊ കൊണ്ടുവന്ന് പൈസ തരാം. അപ്പൊ ആ മനുഷ്യന് പപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, നിങ്ങൾ വരുത്തന്മാരാ, വരുത്ത പാർട്ടി കൊടുക്കാൻ ഇവിടെ ബിസ്ക്കറ്റ് ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു കാലത്ത് റോഡിലൂടെ കടന്നുപോയ മനുഷ്യനെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവന്ന ആ മനുഷ്യന് പാർക്കുവാൻ സഭാവ് ഞങ്ങളുടെ ഭവനം കൊടുത്തു, അദ്ദേഹത്തിന് 4 വീടും ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ പാർപ്പിച്ച ആ ഒരു മനുഷ്യൻ ഇന്ന് തന്റെ അഭിമാനം പോലും പണയം വെച്ച് ഒരു കവർ ബിസ്ക്കറ്റിന് വേണ്ടി ഒരു കടയിൽ ചെന്നപ്പോ അദ്ദേഹം കൊടുക്കില്ല. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ എന്നെ കേൾക്കുന്നവരൊക്കെ കടന്നു പോയിട്ടാകാം. അവരോടും എനിക്ക് പറയാനുണ്ട്, ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. വിശുദ്ധ പുസ്തകത്തിൽ വായിച്ചു, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലെ എണ്ണപ്പെട്ടിരിക്കുന്നു, അവയിലൊന്ന് നിലത്ത് വീഴുന്നത് സ്വർഗസ്ഥനായ ദൈവം അറിഞ്ഞിട്ട് ഇത്രമാത്രം നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അതിലൂടെ കടന്നുപോയതുകൊണ്ട് ഇന്ന് ഒരു നിരാശയുമില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം മാത്രമേ ഹൃദയത്തിലുള്ളൂ. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടല്ലേ ഇന്ന് ഈ ജോയ്ക്ക് നിങ്ങളോട് അവൻ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ, അനേകരെ ജീവിപ്പിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ, അവൻ അനേകരെ ആത്മഹത്യയിൽ നിന്ന് അവൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കഴിഞ്ഞത് അന്ന് ഞങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ ഞങ്ങളെ പ്രാപ്തരാക്കി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകുന്നതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അവന് പറയട്ടെ, അന്ന് ആ കഷ്ടതയുടെ നടുവിലെല്ലാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസം പെരുകിക്കൊണ്ടേയിരുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിലും ആശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ, സമാധാനത്തിന്റെ ഒരു ബലമായി കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനോടൊപ്പമായിരുന്നു ഞങ്ങളുടെ കുടുംബം പണിയപ്പെട്ടുകൊണ്ടിരുന്നത്. ക്രിസ്തു ഞങ്ങളുടെ വീടിന്റെ നായകൻ തന്നെയായിരുന്നു. അല്ല, ക്രിസ്തു ഞങ്ങളുടെ എല്ലാമായിരുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കഷ്ടത നടുവിൽ ഞങ്ങൾ തകർന്നു പോകാതെ നിൽപ്പാൻ സഹായിച്ചു. അങ്ങനെ അവൻ ആ മനുഷ്യൻ ബിസ്ക്കറ്റ് കൊടുക്കുന്ന പപ്പ വീട്ടിൽ വന്നു. വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് 2 രൂപ പപ്പ കടം വാങ്ങി എറണാകുളം സിറ്റി ഹോസ്പിറ്റലിൽ പോയി 165 രൂപയ്ക്ക് എന്റെ പപ്പയുടെ ഒരു രക്തം ആ ഹോസ്പിറ്റലിൽ വിറ്റിട്ട് എന്റെ ആങ്ങളയ്ക്ക് ബിസ്ക്കറ്റും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും എന്റെ പപ്പ വാങ്ങിക്കൊണ്ടുവരുവാൻ ഇടയായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, താൻ ജന്മം കൊടുത്ത 3 കുഞ്ഞുങ്ങൾക്ക് അവൻ ഒരു ദിവസമോ 2 ദിവസമോ അല്ല ഒരാഴ്ചയോ അവർക്ക് ജീവിക്കുവാനുള്ള ആ ഒരു സന്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരു പിതാവ് തന്റെ 165 രൂപയുടെ രക്തം വിറ്റു. എന്നാൽ ഞാൻ പറയട്ടെ, ശത്രുക്കളും പാപികളും ദോഷികളും അപക്തരും ബലഹീനരും ഒക്കെ ആയിരുന്ന നമ്മളെ ആമേൻ നിത്യ നരകത്തിൽ നിന്ന് നിത്യ സന്തോഷത്തിലേക്ക്, നരകത്തിൽ നിന്ന് കർത്താവിന്റെ നിത്യ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയുമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിറ്റി തന്നത്. ആമേൻ. കർത്താവിന്റെ സ്നേഹം ഒരു മറ്റേ രക്തം തന്നോന്ന് പറഞ്ഞത് വോയിസ് നല്ലതായിട്ടില്ലായിരുന്നു പറഞ്ഞു. എന്താ സിസ്റ്റർ? രക്തം കൊടുത്തല്ലയോ പപ്പ, അത് ക്ലിയർ ആയിട്ടില്ല പറഞ്ഞേ നല്ലതായിട്ട്. ഓക്കെ. ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് 2 രൂപ വാങ്ങി എറണാകുളം സിറ്റി ഹോസ്പിറ്റലിൽ പോയി പപ്പ 165 രൂപയ്ക്ക് തന്റെ ഒരു കുപ്പി രക്തം ആ ഹോസ്പിറ്റലിൽ വിൽക്കുവാനിടയായിട്ട് അവിടെ വിറ്റ ആ പൈസ കൊണ്ടാണ് ആമേൻ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും എന്റെ ആങ്ങളയ്ക്ക് ബിസ്ക്കറ്റും പപ്പ വാങ്ങിക്കൊണ്ടുവരുവാനിടയായിട്ട്. ഞാൻ പറഞ്ഞത് ഇതാണ്, ആമേൻ, താൻ സ്നേഹിക്കുന്ന, താൻ ജന്മം കൊടുത്ത തന്റെ 3 കുഞ്ഞുങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമായ സന്ധാരണത്തിന് വേണ്ടി ഒരു പിതാവ് 165 രൂപയുടെ രക്തം വിറ്റുവെങ്കിൽ ആമേൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? ആമേൻ, ശത്രുക്കളും ദോഷികളും പാപികളും അഭക്തരും ബലഹീനരും ഒക്കെയും ആയിരുന്നപ്പോൾ ആമേൻ നമുക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ളി രക്തം വരെയുമാണ് കർത്താവായ ക്രിസ്തു ആമേൻ ഊറ്റി തരുവാനിടേ, തന്റെ പ്രാണൻ നമുക്ക് വേണ്ടി കർത്താവ് തരുവാനിടയെത്തുന്നു. ആ കർത്താവിന്റെ സ്നേഹം, ഒരു പിതാവിനേക്കാൾ മാതാവിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന
ആ കർത്താവിന്റെ സ്നേഹം അത് മാത്രമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആമേൻ നാം ഇങ്ങനെ വായിക്കുന്ന, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം നൽകി ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഒരു പിതാവ് 165 രൂപയ്ക്ക് തന്റെ രക്തം വിറ്റ് മക്കളെ സ്നേഹിച്ചു. ഒരുപക്ഷെ ഒരാഴ്ചത്തേക്ക് അവർക്ക് അവരുടെ ജീവൻ നിലനിർത്തുവാൻ കഴിയുമായിരുന്നു. പക്ഷെ കർത്താവ് സ്നേഹിച്ചതോ തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി തന്ന്, തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്ന്, തന്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി തന്നാണ് നമ്മെ സ്നേഹിച്ചത്. ഈ കർത്താവിന്റെ സ്നേഹത്തെ തള്ളിക്കളയാതെ ആമേൻ അവസാനത്തോളം, ജീവിതത്തിന്റെ അവസാനത്തോളം നമുക്ക് എത്ര പേർക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ വാക്കുകൾ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഇന്ന് എനിക്ക് പറയുവാനുള്ളത്, ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാം പൂർണ്ണ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ. കാരണം ശത്രുക്കൾക്ക് വേണ്ടി ആരും മരിക്കില്ല. അത് പക്ഷേ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. എന്തുകൊണ്ടാ? നമ്മളോടുള്ള സ്നേഹം. ആമേൻ. കാൽവരി ക്രൂശില് നമുക്ക് വേണ്ടിയിട്ട് അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്ന ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാൻ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ആമേൻ, എന്റെ പിതാവ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് 2 പ്രാവശ്യം എന്റെ പപ്പയുടെ രക്തം വിറ്റ് ഞങ്ങളെ വളർത്തുവാനിടയിൽ ഈ വേദനയുടെ നടുവിലെല്ലാം ഞങ്ങൾ അനുഭവിച്ചറിയുന്ന ഒരു ദൈവിക സമാധാനം ഉണ്ടാവും. അപ്പോൾ തന്നെ നന്ദിയോടെ ഞാൻ ഒരു വാക്കിവിടെ ഓർപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ പാക്കോത്തങ്കച്ചൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ലീലാമാൻഡി, അവർ 2 പേരും എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെ ചിക്കൻ പോക്ക് വന്ന് ചിക്കൻ പോക്ക് വന്ന് കിടക്കുന്ന വീട്ടിലൊന്നും ഇപ്പോഴൊക്കെ പിന്നെയും ആൾക്കാർ വരും. പണ്ടത്തെ കാലത്ത് ആരും കയറത്തില്ല. ഒരുപക്ഷെ അവര് മുറ്റത്തൊക്കെ വന്ന് നിന്നൊക്കെ പോകത്തേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ദൈവദാസനും ദാസിയും എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ വരും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. അവരെ കൊണ്ടാവുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്തു തരും. മാത്രമോ ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കും. ഞങ്ങൾക്ക് ദൈവവചനം ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ പോലും ബൈബിൾ എന്താണെന്നോ, അതിനകത്തെ വചനം എന്താണെന്നോ, കർത്താവിന്റെ സ്നേഹം എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ ആ കർത്താവിന്റെ ദാസനും ദാസിയും പറയും, മക്കളെ, ഇയ്യോബ് എന്ന് പറയുന്ന ഒരു ഭക്തൻ ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. തന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളിലൂടെ ആ ഭക്തൻ കടന്നുപോയി. 10 മക്കളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. തനിക്കുണ്ടായിരുന്ന സമ്പത്തെല്ലാം തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ ഭക്തൻ കർത്താവിന്റെ സന്നിധി ദൈവഭക്തി മുറുകെ പിടിച്ച് ജീവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ പിൽക്കാലം എന്ന് പറയുന്നത് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങൾക്ക് ഈ കഷ്ടം മാറും കേട്ടോ. ആമേൻ. മാത്രമോ ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന ഈ കഷ്ടതകളൊക്കെയും നമ്മെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കാൻ പ്രാപ്തരാക്കുമെന്നൊക്കെയുള്ള ആ തിരുവചനങ്ങൾ, റോമാലേഖനത്തിൽ വായിക്കുന്ന 8-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന ആ തിരുവചനങ്ങൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇങ്ങനെ ദൈവ വചനം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അവർ പകർന്നു തന്നു. ഞങ്ങൾക്ക് ഒന്ന് മനസ്സിലായി, ഈ കഷ്ടതയുടെ നടുവിലും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിന്റെ സ്നേഹം, ഈ കഷ്ടതയുടെ നടുവിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ കരം പിടിക്കുന്ന ഒരു ദൈവസ്നേഹം, അത് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിക്കായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധികൾ വന്നപ്പോൾ ഈ ശൂലം ഒന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞ് ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ, എന്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ട് അത് തൊട്ടടുത്ത വാക്കുകൾ നാം ഇങ്ങനെ അതുകൊണ്ട് കാരണം എന്റെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നു. ഈ കഷ്ടത ഞാൻ അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, ഉപദ്രവം, കഷ്ടത, പട്ടിണി എന്തും സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് ആ ഭക്തൻ പറയുക. നമ്മളൊക്കെ സത്യത്തിൽ കഷ്ടങ്ങൾ മാറിപ്പോണേന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ നോക്കുക, ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ താൻ ഇഷ്ടപ്പെടുകയാ. താൻ പറയാ, എന്റെ കഷ്ടതയുടെ നടുവിൽ, എന്റെ ഈ ബലഹീനതയുടെ നടുവിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു അത്യന്ത ശക്തി എന്റെ മേൽ പകരുന്നത് കൊണ്ട്, ആ ശക്തി എന്റെ മേൽ ആവർത്തിക്കുന്നത് കൊണ്ട് ഈ കഷ്ടത ഞാൻ അനുഭവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. കഷ്ടതകൾ ഒരിക്കലും നമ്മളെ തകർത്ത് കളയുവാനല്ല. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പാടുന്നത്, നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ
അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാ, അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടതകൾ വരുമ്പോ ഒരിക്കലും അത് നമ്മെ തകർത്ത് കളയുവാനല്ല, ആ ഒരു ധൈര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ. ഇന്ന് ഈ സമയത്ത് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കഷ്ടതകളുടെ വ്യത്യസ്തമായ നിലകളുള്ള കഷ്ടതകളോടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ എനിക്ക് ധൈര്യത്തോടെ നിങ്ങളോട് പറയുവാൻ കഴിയും, ഈ കഷ്ടത നിങ്ങളെ തകർത്ത് കളയുവാനല്ല, പകരം നിങ്ങളെ പണിതെടുത്ത് യജമാനന് ഉപയോഗമുള്ള പാത്രമാക്കി, മാനപാത്രമാക്കി നിശ്ചയമായിട്ടും നിങ്ങളെ തീർക്കുവാൻ ഈ കഷ്ടത നിശ്ചയമായിട്ട് ഉപകരിക്കും. കാരണം കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഈ തിരുവചനങ്ങളെല്ലാം ആ ദിവസങ്ങളിലെ കർത്താവിന്റെ ദാസൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു തന്ന് ഞങ്ങളെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുവാനിടയിൽ മാത്രമോ കർത്താവിന്റെ ആശ്വാസം, കർത്താവിന്റെ സമാധാനം കർത്താവ് ഞങ്ങളുടെ മേൽ പകർന്നു. ഞങ്ങള് 5 പേരും കൂടെ എന്നും സന്ധ്യയാവുമ്പോൾ, എന്നും പ്രഭാതത്തിലും ഒരു പായ് വിരിച്ചിട്ടിട്ട് അവിടെ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കും. ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആഹാരം ഒന്നും പറയത്തക്ക രീതിയിൽ ഞങ്ങൾക്കില്ല. ഞങ്ങളെ സഹായിക്കുവാനും ഒരുപക്ഷെ ആരുമില്ല. പക്ഷേ അതിന്റെ നടുവിൽ ഞങ്ങൾക്കൊരു ഭയങ്കര സമാധാനം, ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു ആശ്വാസം ദൈവം തന്നു. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് 5 പേരും കൂടെ ഒരുമിച്ചിരുന്ന് പാട്ടുപാടി ദൈവത്തിന് മഹത്വം കൊടുക്കും. ആ കഷ്ടതകളുടെ നടുവിലൂടെ എല്ലാം ഞങ്ങൾ കടന്നുപോയി. സങ്കീർത്തനക്കാരൻ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ശോധന ചെയ്ത് പരിശോധിക്കുകയാണ്. അവിടെ നമ്മൾ സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യം ഇതാണ്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയ്യിൽ ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീരും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. നീ ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു, നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി. നോക്കുക, ഒരു മനുഷ്യൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾ നോക്കിക്കോ. ഒരുപക്ഷെ നമ്മളൊക്കെ പലരും, ഒരുപക്ഷെ ഇന്ന് കേൾക്കുന്ന പലരും ഈ അനുഭവങ്ങളിലൂടെ പോകുന്നവരായിരിക്കാം. വല്ലാത്തൊരു അനുഭവം അല്ലേ, ഒന്ന് തല ഉയർത്തുവാൻ കഴിയുന്നില്ല. കാരണം എന്താ, മുതുകത്ത് വലിയ ഭാരം ഇരിക്കുക. ഒന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കാരണം എന്താ, ഒരു വലിയ മലയിലാ അകപ്പെട്ട് കിടക്കുന്നത്. മാത്രമോ നീരും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വരിക. എന്ത് ശോധനയായത്, എന്ത് ഭാരമായത്. ദൈവത്തോട് പലപ്പോഴും ചോദിക്കുന്നില്ല, ദൈവമേ ഇങ്ങനെയുണ്ടോ ശോധനകൾ, ഇങ്ങനെയുണ്ടോ കഷ്ടതകൾ? എത്രയോ പേരെ എനിക്കറിയാം, ഞങ്ങള് സഭാ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് ഒത്തിരി പേര് ഫോണിലൂടെ വിളിക്കുന്നത് കൊണ്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സിസ്റ്റർ ഇങ്ങനെയുണ്ടോ ഒരു കഷ്ടത? ഞങ്ങൾക്ക് മാത്രം എന്താ സിസ്റ്റർ ഇങ്ങനത്തെ ഒരു കഷ്ടത? എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അടുത്ത വചന സംഗീതക്കാരെ പറയുന്നത് ഇങ്ങനെയാ, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കഷ്ടതയുടെ നാളുകൾ എന്നും ഇല്ല കേട്ടോ. ഈ കഷ്ടത എന്നും ഇങ്ങനെ തുടർന്നു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇതിന് ഒരു സമാപ്തിയുണ്ട്. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ കൈ ഉയർത്തി പറഞ്ഞാട്ടെ, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എന്റെ ഈ കഷ്ടതകൾ മാറും, എന്റെ വേദനകൾ മാറും. എന്നെയും ഒരു ശുഭ തുറമുഖത്ത് കർത്താവ് എത്തിക്കും. സംഗീതക്കാരൻ പറയുന്നു, അവരുടെ കഷ്ടതയിൽ അവർ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ടും ഈ വേദന മാറും, ഈ കഷ്ടത മാറും. ഹല്ലേലൂയ. മനോഹരമായ ഒരു പാട്ടുണ്ടല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത്? ഇത് മാറുമെന്ന് ദൈവത്തിന്റെ സന്നിധി ഉറച്ചാട്ടെ. കർത്താവ് എനിക്കൊരു പരിഹാരം തരും, കർത്താവ് എനിക്ക് തുണയായിരിക്കും, കർത്താവ് ഇതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ആ വലിയ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവാൻ എന്റെ സാക്ഷ്യങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കഷ്ടതയുടെ നാളുകൾ അല്പകാലമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പത്രോസ് പറയുന്നു, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ തന്റെ നിത്യ തേജസ്സിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെയും ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഈ കഷ്ടത്തിനെല്ലാം ഉള്ള പിരീഡ് എന്ന് പറയുന്നത് അല്പകാലം, ഞൊടി നേരം. പക്ഷേ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താ പ്രിയപ്പെട്ടവരെ? ഈ ഭൂമി നാം അനുഭവിക്കുന്ന കർത്താവിന് വേണ്ടി
നാം അനുഭവിക്കുന്ന ഈ കഷ്ടതകൾക്കെല്ലാം അപ്പുറത്തൊരു നന്മ കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിപ്പെടുവാനുള്ള വലിയ തേജസ്, തേജസ്സിന്റെ നിത്യഘനം, ഇതൊക്കെയാണ് നമ്മളെ ഈ കഷ്ടതയുടെ അപ്പുറം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ കഷ്ടതയുടെ നാളുകളൊക്കെ മാറി ദൈവം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം കർത്താവ് ഓരോന്നോരോന്നായിട്ട് ഇയ്യോബിനെ എങ്ങനെ മടക്കി കൊടുത്തു, അതുപോലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ മടക്കി തരുവാനിടയിൽ. വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയെന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ ദൈവം ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഞങ്ങൾക്ക് മടക്കി തരുവാനിടയായി തീർന്നു. ഇല്ലായ്മകൾ, സാമ്പത്തിക നന്മകൾ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഭാരപ്പെട്ടെങ്കിൽ അതെല്ലാം ദൈവം മടക്കി തരുവാനിടയായി. പിതാവിന് നല്ല ജോലി കിട്ടി, ഞങ്ങളെ 3 കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി നല്ല വിദ്യാഭ്യാസം തന്നു. ഒരു അധ്യാപികയാകുക എന്നുള്ളതായിരുന്നു എന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ദൈവം ആ ഒരു വഴിയിലേക്ക് ദൈവം എന്നെയും കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഈ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു, തങ്കച്ചൻ ഈ മക്കളെ കൊണ്ട് എന്ത് ചെയ്യും? ഇവന് പെന്തക്കോസ്തിയിലേക്ക് പോയി, ഇനി മക്കൾക്ക് ഒരു ഭാവി ഉണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരും ഈ ചോദ്യത്തെ ഒരുപക്ഷെ അഭിമുഖീകരിക്കുന്നവരായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് വിശുദ്ധ വേദ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ തലമുറ തുണയില്ലാത്തവരായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. തക്ക സമയത്ത് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തക്ക തുണയെ ഒരുക്കും. ഹല്ലേലൂയ. 19-ാമത്തെ വയസ്സിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി തക്ക തുണയെ ഒരുക്കുവാനിടയായി. എറണാകുളം ജില്ലയില് കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ ഈ ദേശത്ത്, ഞങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്ത് 8-ാമത്തെ വയസ്സില് കർത്താവിന് വേണ്ടി 13-ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു പൈതൽ, ഗിരിജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഏകനായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന ഒരു പൈതൽ. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ 8 വയസ്സുള്ളപ്പോൾ തന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. അമ്മ ഒരു ആത്മാരോഗ്യം, കഠിനമായ ആത്മാരോഗം ബാധിച്ച ഒരു മാതാവ്. അമ്മയുടെ 2 ആൺകുഞ്ഞുങ്ങളാണ്. ഇളയ അനുജന് 2.5 വയസ്സുള്ളപ്പോൾ പ്രിയ പിതാവ് ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോയി. ഒന്നുമില്ലാത്ത ഒരു സാധുവായ കുടുംബം. അമ്മ രോഗിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ജനലിൽ പിടിച്ച് തൂങ്ങിക്കിടന്ന് വലിച്ച് തന്റെ ആ ഒരു രോഗം ശമിക്കുവാൻ വേണ്ടി അവസാനം മണ്ണെണ്ണ എടുത്ത് കുടിക്കുമായിരുന്നു അമ്മ. ആരൊക്കെയോ പറഞ്ഞു, കുട്ടിയാനയുടെ പിണ്ടം പിരിഞ്ഞു കുടിച്ചാൽ രോഗം മാറുമെന്ന് പറഞ്ഞു. അത് ചെയ്തു നോക്കി. ഒത്തിരി നേർച്ച കാഴ്ചകൾ ചെയ്തു നോക്കി. ഒത്തിരി പുണ്യസ്ഥലങ്ങളിൽ പോയി വഴിപാടുകൾ അർപ്പിച്ചു. എന്തെല്ലാം ഓരോരുത്തർ പറയുമോ അതെല്ലാം തന്റെ രോഗം മാറാൻ വേണ്ടി ചെയ്തിട്ടും യാതൊരു പ്രയോജനമില്ലാത്ത ഒരു കുടുംബം, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബം, ഒന്നുമില്ലാത്തൊരു സാധുവായ കുടുംബം. ആ കുടുംബത്തിനകത്ത് 13-ാമത്തെ വയസ്സിൽ ഒരു ദിവസം 2 ദൈവദാസന്മാർ കർത്താവിന്റെ വചനവുമായി ആ കുടുംബത്തിനകത്ത് വന്നു. കർത്താവിന്റെ സുവിശേഷം ആ കുഞ്ഞു പൈതങ്ങളോട് പറയുവാനിടയായി. 33 കോടി ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞ് ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയാണ്. ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷം. കാരണം തനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു കർത്താവ്. ഈ ലോകത്തിൽ ഒത്തിരി അവതാരങ്ങൾ വന്നു. അവരൊക്കെയും ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കാൻ വന്നപ്പോ ഒരു അവതാരമായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. നീതിമാന്മാരെയല്ല, പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്നും ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം സമാധാനം കിട്ടുമെന്നൊക്കെ ഉള്ള വാക്കുകൾ കേട്ടപ്പോൾ അങ്ങനെ ഒരു യേശുണ്ടെങ്കിൽ ആ യേശു എനിക്ക് വേണമെന്ന് പറഞ്ഞു. 13-ാമത്തെ വയസ്സിൽ തന്റെ ഹൃദയത്തിന് കർത്താവിന് ഒരു ഇടം കൊടുത്തു. കർത്താവെ, ഞാൻ അങ്ങയുടെ മകനായി ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ആ കുഞ്ഞു പൈതല് ദൈവത്തിന് സമർപ്പിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, തന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയതിനു ശേഷം തനിക്കും തന്റെ കുഞ്ഞറിവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ നിന്നായിരുന്നു. എന്നാല് അദ്ദേഹം ഈ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പോയി സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജ്യേഷ്ഠൻ ബെല്ലിച്ചൻ അദ്ദേഹത്തെ അവരുടെ ഭവനത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്: നീ യേശുവിന് വേണ്ടി ജീവിക്കോ? നീ ക്രിസ്ത്യാനിയാവോ? മറ്റ് ജനങ്ങളെല്ലാം, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാം പോയി വിളിച്ചു. എല്ലാവരും ഏകദേശം 10-150ഓളം ഞങ്ങളുടെ സാക്ഷിക്കാരും ബന്ധുമിത്രാദികളും എല്ലാം കൂട്ടി നിർത്തിയിട്ടുണ്ട്. അവരുടെ മുൻപിൽ ആ കൊച്ചു പൈതലിനെ അടിച്ചുകൊണ്ടിരുന്നു. ഓരോ അടി കൊള്ളുമ്പോഴും ആ കുഞ്ഞിങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്താലും ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കും, എനിക്ക് എന്ത് ചെയ്താലും ഞാൻ എന്റെ യേശുവിനോട് പ്രാർത്ഥിക്കും. അവസാനം അടിച്ചടിച്ച് ആ കുഞ്ഞിനെ കൃത്യമായി അദ്ദേഹം ഉപദ്രവിക്കാൻ തുടങ്ങി. തന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്ന ഒരു അനുഭവം വരെ
അവസാനം ആ കുഞ്ഞ് വെല്ലത്തിന്റെ കാലിൽ വീണിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി എന്നെ തല്ലരുത്, കാരണം ഇനി ഞാൻ വെല്ലത്തിന് എന്ത് പറഞ്ഞാലും നമുക്ക് തിരിച്ചോളാന്ന് പറഞ്ഞു. അവിടെ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചു. അവൻ കയ്യും കാലം കഴിഞ്ഞ് കൊരണ്ടിപ്പലയിൽ വന്നിരുന്ന അവൻ ഇരിക്കാൻ പറഞ്ഞു. ആ പ്രിയ കുഞ്ഞ് കയ്യും കാലം കഴിഞ്ഞ് ആ കൊരണ്ടിപ്പലയിൽ വന്നിരുന്ന് നിലവിളക്കിന്റെ മുമ്പിൽ വന്ന് കൈകൾ പൊക്കി താൻ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ അങ്ങയുടെ മകനാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഈ ഒരു സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ എനിക്ക് ഇവിടെ ആരുമില്ല, അപ്പൊ നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ആ കൊച്ചു കണ്ണുകൾ അടച്ച് ആ കുഞ്ഞു ദൈവത്തോട് കരയില്ലാത്തിരുന്നു. അത് കണ്ണുകൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പയ്യൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവന്റെ അടുക്കലേക്ക് ഒരു വലിയ പ്രകാശം ഇറങ്ങി വരികയാണ്. അവൻ ആ കുഞ്ഞിനെ മുഴുവനായ ആ പ്രകാശം വന്നു നിറഞ്ഞു. അവൻ അവിടെ കിടന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അന്യഭാഷയെ ദൈവത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ തുടങ്ങി. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവിടെ കൂടുന്ന ആർക്കും മനസ്സിലായില്ല. ഈ കുഞ്ഞു നിലത്ത് അവൻ ആത്മാവിന്റെ ആ ദൈവാത്മാവിന്റെ സാന്നിധ്യം തന്നെ തന്നിൽ ഇറങ്ങി വന്നപ്പോൾ, തന്നെ ആവർത്തിച്ചപ്പോൾ അവൻ നിലത്ത് വീണ് കിടപ്പോൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞു തിരിഞ്ഞേക്ക് കിടന്ന് എന്തൊക്കെ പറയുന്ന ഒരു കുഞ്ഞിനെയാ അവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം കാണുവാനില്ലേ. അവർ വിചാരിച്ചു അടികൊണ്ട് കുഞ്ഞു പ്രാന്തനായി പോയി. ആരോ ചെന്ന് അവൻ ഏകദേശം 1 കിലോമീറ്ററോളം അപ്പുറത്താണ് ഞങ്ങളുടെ വീട്. ആ വെല്ലത്തിന്റെ വീടും ഞങ്ങളുടെ വീടും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആരോ ചെന്ന് അമ്മയോട് പറഞ്ഞു, പാർക്കുട്ടി ഓടി വാ, കുഞ്ഞിനെ അവിടേക്ക് തല്ലി കൊല്ലുക. അമ്മ രാത്രി തൂക്കം കത്തിച്ച് ഓടി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അമ്മയുടെ കൊച്ചുമകൻ അവൻ നിലത്ത് കിടന്ന് ഉരുളുന്നുണ്ട്. അവൻ വന്യമായി നിലവിളിക്കുന്നുണ്ട്, എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. അമ്മയ്ക്ക് മനസ്സിലായി എന്റെ കുഞ്ഞിനെ കൊല്ലുകയാണെങ്കിൽ. അമ്മ ഓടി വന്ന് വെല്ലത്തിന്റെ പാർക്കലിന് പിന്നെ പറഞ്ഞു, എന്റെ കുഞ്ഞിനെ കൊല്ലല്ലേ, എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഇനി എനിക്കുള്ള ആശ്രയം എന്റെ മക്കളാണ്, എന്റെ കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു വെല്ലത്തിന്റെ കാൽക്കൽ തെറ്റുകയും അവൻ അന്ന് രാത്രി അവൻ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും എല്ലാം നോക്കി നിൽക്കും. നിലവിളക്ക് തൊട്ട് സത്യം ചെയ്ത് വെല്ലത്തിന് ഒരു വാക്ക് പറഞ്ഞു, വെള്ളച്ചാണ്ട് നാരായണനും പാറയ്ക്കവിളിൽ പാർപ്പിച്ചും തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് തീർന്നു. നീയോ നിന്റെ മക്കളോ ഇനി ഈ പടി ചവിട്ടത്, നീ മരിച്ചാൽ പോലും എന്റെ കുടുംബത്തിൽ നിന്നോ ഈ സമുദായത്തിൽ നിന്നോ ഒരു മനുഷ്യൻ നിന്റെ വീട്ടിൽ ചേരില്ല എന്ന് പറഞ്ഞു എന്നേക്കുമായിട്ട് ആ വാതിൽ അവരുടെ മുമ്പിലാണ്. തന്റെ മകനെയും കയ്യിൽ പിടിച്ച് വഴിയിലെ ഒരു ഭ്രാന്തിയെ പോലെ അമ്മ പ്രാണിതരാക്കി പോവുക. കാരണം അമ്മയെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാൻ ഇവക്കില്ല. രോഗിയാണ് അമ്മ, ആത്മാരോഗിയാണ്. അവൻ നിഴൽ പിടിച്ച് തൂങ്ങിക്കിടന്ന് താഴെ വീഴുമ്പോൾ മണ്ണെണ്ണ എടുത്ത് കുടിക്കുന്ന ഒരമ്മ. ആ അമ്മയ്ക്ക് എങ്ങനെ പണിയെടുത്ത് കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയും? ഒരാഴ്ച പണിയെടുത്താൽ ഒരാഴ്ച എറണാകുളം ജനലാശുപത്രി അമ്മയെ അഡ്മിറ്റ് ചെയ്യണമായി. അത്രമാത്രം രോഗിയായ മാതാവ് തന്റെ 2 കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യും, ഇവൻ കാരണമാണല്ലോ ഇങ്ങനെ ഒരു ഗതി വന്നെന്ന് പറഞ്ഞു തന്റെ മകനെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ വഴിയിലെ കരഞ്ഞും ത്യാഗിയും ആ അമ്മ തന്റെ വീട്ടിലെത്തി. അന്ന് രാത്രി ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് അമ്മയും കുഞ്ഞനിയനും അവന്റെ ഒരു തഴപ്പായില്ല കൊച്ചു വീട്ടിനകത്ത് ഓലമേഞ്ഞ ആ ചാണകം പെണ്ണ തറയില് ആ അമ്മയും കുഞ്ഞും കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ ആമേൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മകനെ നീ എഴുന്നേൽക്ക്, നിന്റെ ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു. താൻ ആ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിന് തന്റെ ദൈവദാസൻ കൊടുത്ത ആ ഒരു പഴയ ബൈബിൾ എടുത്ത് താൻ ഓരോ പേജുകൾ മറിക്കാൻ തുടങ്ങി. ഒന്നും തന്റെ കണ്ണിൽ കാണുന്നില്ല, കാരണം കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ആ ബൈബിളിനകത്തേക്ക് വീഴുകയാണ്. ഇങ്ങനെ താൻ പേജുകൾ മറിച്ച് വരുമ്പോൾ 34-ാം സങ്കീർത്തനം 5-ാം വാക്യം ആമേ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് താൻ വായിക്കുന്നത്. ആരോ ടോർച്ച് അടിച്ചു കൊടുക്കുന്നത് പോലെ ആ വാക്യശകലങ്ങൾ തന്റെ കണ്ണിൽ അവൻ ദൈവാത്മാവ് കാണിച്ചു കൊടുത്തു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ മുഖത്ത് ആരും നോക്കിയിട്ടോ അവർ ലജ്ജിച്ചില്ല. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അവൻ വഴിയിൽ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, ജീവിതത്തിന്റെ അവസാനത്തോളം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായുള്ളവരെ നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യം തന്നെ. ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ നിങ്ങളെ താങ്ങും, ഞാൻ നിങ്ങളെ വഹിക്കും. ഹല്ലേലൂയ. ദൈവം ഒരു നാളും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തത് നമ്മുടെ ദൈവമാണ്. ആ കർത്താവ് പറയാ, കർത്താവിന്റെ വാർദ്ധക്യം നോക്കൂ, വാർദ്ധക്യം വരെ, നിങ്ങളുടെ വാർദ്ധക്യം വരെ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര മക്കൾ എത്ര സ്നേഹിക്കുന്ന മക്കളാണെന്ന് പറഞ്ഞാലും അപ്പനും അമ്മയൊക്കെ പ്രായമായി കഴിയുമ്പോൾ, വാർദ്ധക്യമായി കഴിയുമ്പോൾ അവരുടെ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ അവൻ ഇല്ലായ്മയായി തീരുമ്പോൾ അവൻ എത്രയോ മക്കൾ അപ്പനെ അമ്മയൊക്കെ ഉപേക്ഷിക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നുണ്ടല്ലോ. സത്യം കർത്താവ് പറയുക, ഞാൻ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിന്റെ അടുത്തത് ഞാനാ, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല. എവിടെ വരെ?
നിങ്ങളുടെ വാർദ്ധക്യത്തിലും ഞാൻ നിങ്ങളെ ആമേൻ ചുമക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളെ വഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലിയതാണ്. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് കുഞ്ഞിനോട് പറഞ്ഞു, മകനെ, നീ എന്റെ മുഖത്ത് നോക്കിയാണ് ഇറങ്ങിയതെങ്കിൽ നീ ലജ്ജിച്ചു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അന്ന് രാത്രി അത്ഭുതകരമായ ഒരു സംഭവം ആ ഭവനത്തിനകത്ത് നടന്നു. അവൻ ദീർഘവർഷങ്ങളായി ആത്മാരോഗത്താൽ ബാധിക്കപ്പെട്ട ആ മാതാവിന്റെ അവൻ ഒരു മനുഷ്യനും അമ്മയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ല. ആ അമ്മ ഒരു ദൈവ പൈതലായിരുന്നില്ല. ആ അമ്മ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ തന്റെ മകനാകുന്ന ഗിരിജനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത അന്ന് രാത്രി ആ അമ്മയുടെ രോഗത്തെ കർത്താവ് മാറ്റിക്കൊടുക്കുവാൻ ഇടയായിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ആമേൻ. ഈ രണ്ടു കുഞ്ഞുങ്ങളും ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി ഒരു പക്ഷം ഞങ്ങൾക്ക് അല്പം ഭക്ഷണം തരണേ എന്ന് പറയാൻ ദൈവം ഇടവരുത്തിയില്ല. എന്റെ അമ്മ ജോലി ചെയ്ത് കൂലിപ്പണിയെടുത്ത് ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വളർത്തുവാൻ ദൈവം ആരോഗ്യം കൊടുത്തു. ഇന്ന് രാത്രി രോഗികളായി, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ആമേൻ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആമേൻ, ഒരുപക്ഷെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് വിധി കൽപ്പിച്ചിട്ടുണ്ടാകാം, ഈ രോഗം മാറില്ല, ഒരിക്കലും വിടുതൽ ലഭിക്കത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. എനിക്കറിയാം, ഒത്തിരി രോഗികൾക്ക് വേണ്ടി ആമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അനേകർ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരാറുണ്ട്. അത്ഭുതകരമായ വിടുതൽ, ഒത്തിരി അനുഭവങ്ങൾ പറയാറുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കാമോ? ഈ കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിച്ചവനാണ്. ഹല്ലേലൂയ. നമ്മുടെ വേദനകളെ ചുമന്നവനാണ്. കർത്താവിന് അറിയാം നമ്മുടെ രോഗം എന്താണെന്ന്, കർത്താവിന് അറിയാം നമ്മുടെ വേദന എന്താണെന്ന്. ആ അപ്പനോടൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ, എനിക്ക് സൗഖ്യം തരണം. നിശ്ചയമായിട്ടും ആ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. ഒരേ ഒരു കാര്യം മാത്രം, വിശ്വസിക്കുക. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നിശ്ചയമായും കർത്താവ് നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. എന്റെ അമ്മയുടെ രോഗം കർത്താവ് മാറ്റി. ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ സമൂഹത്തിൽ വളരാൻ ദൈവം കൃപ കൊടുത്തു. നല്ല വിദ്യാഭ്യാസം ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും കർത്താവ് കൊടുത്തു. ഇന്ന് ഈ ദേശത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമാക്കി ഈ കുടുംബത്തെ ദൈവം തീർത്തു. ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയും കുഞ്ഞനുജനും എല്ലാം കർത്താവിനെ അറിഞ്ഞു. മാത്രമോ, ഏത് ഭവനത്തിലിട്ട് എന്റെ പ്രിയപ്പെട്ടവനെ തല്ലിച്ചതച്ചോ ആ കുടുംബം കർത്താവിനെ അറിഞ്ഞു. ആ ഭവനത്തിൽ നിന്ന് കർത്താവിനെ സേവിക്കുവാൻ ദൈവം ചിലരെല്ലാം വിളിച്ചു വേർതിരിക്കുവാൻ ഇദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ രണ്ടമ്മാവന്മാരും അവരുടെ കുടുംബങ്ങളും ഇന്ന് കർത്താവിനെ സേവിക്കുവാൻ, ഈ ദേശത്തിൽ കർത്താവിന്റെ ഒരു വേല ഉണ്ടാകുവാൻ ദൈവം ആദ്യ ഫലമായി ഈ പ്രിയ കുഞ്ഞിനെ തെരഞ്ഞെടുക്കുവാനിടയായി. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ കാഞ്ഞിരപറ്റുന്നുണ്ട്. അനേക ദൈവമക്കളെ കർത്താവിൻ സഭയിൽ കഴിഞ്ഞ നാളുകൾ തന്നു. ഇന്ന് ഇതിന് ചുറ്റുപാടുള്ള ദേശങ്ങളിലെല്ലാം അനേക സഭകളുണ്ട്. ഇവിടെ നിന്നും പോയ ഒത്തിരി സഹോദരങ്ങള് അവിടെ ഇവിടെ എല്ലാം കുടുങ്ങിപ്പോയവർ അവിടെ ഇവിടെ എല്ലാം സഭകൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അനേക സഭകൾ ഈ സഭയിൽ നിന്ന് ഉടലെടുക്കുവാൻ കർത്താവിലേക്ക് പറ്റും. എല്ലാത്തിനും കാരണമായത് എന്താണ്? കർത്താവിന്റെ ക്രൂശിന് ചുമൽ കൊടുത്ത കുറേനക്കാരനായ ശീമോന്റെ തലമുറകളെ അനുഗ്രഹിച്ച കർത്താവ്. ഹല്ലേലൂയ. ആ പൈതൽ ദേശത്തിന്റെ മധ്യത്തിൽ മാനിക്കുവാൻ ഇടയാക്കുന്നു. ശീമോൻ നിർബന്ധത്താലാണ് കർത്താവിന്റെ ക്രൂശിന് ചുമൽ കൊടുത്തത്. പക്ഷേ ആമേൻ, അത് പിൽക്കാലത്ത് അവന്റെ തലമുറയ്ക്ക് അത് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ ഒരു കാലത്ത് ഒറ്റയ്ക്ക് 13 വയസ്സിന് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച കുഞ്ഞിനെ ദൈവം മാനിച്ചു. ആമേൻ. ദൈവത്തിന്റെ കരം ആ മകനോട് കൂടെ. നല്ല വിദ്യാഭ്യാസം ദൈവം കൊടുക്കുവാനിടയായി. താൻ എറണാകുളം ലോ കോളേജില് ഞങ്ങളുടെ അവനെ വിവാഹ ശേഷം താൻ എറണാകുളം ലോ കോളേജില് LLB പഠിച്ച് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വിളിച്ചു വേർതിരിക്കുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ സർവശക്തരായ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ തന്നു. മൂത്ത മകൻ ബിബിൻ ഗിരിജൻ, ഇളയ മോള് ബിബിന ഗിരിജൻ. അവരുടെ വിവാഹ പ്രായമായപ്പോൾ കർത്താവ് വീണ്ടും ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ കൂടെ തന്നു. ബിബിനയ്ക്ക് തുണയായിട്ട് തിരുവനന്തപുരം ജില്ലയില് വലിയതുറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വിവേക് ഫെർണാണ്ടസ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കർത്താവ് അതിന്റെ മോൾക്ക് തുണയായിട്ട് തന്നു. അതുപോലെ എന്റെ മോനും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു തുണയെ കഴിഞ്ഞ ഈ 2023 മെയ് മാസം 31-ാം തീയതി അടിയുടെ മോനും ക്രിസ്ത്യൻ ജില്ലയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കർത്തൃദാസൻ, കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസന്റെ മോള് അയനി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതല്. അവിടെ വൈറ്റ്ലയില് സൗത്ത് ഇന്ത്യൻ ബാങ്കില് വർക്ക് ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞു ദൈവത്തെ വളരെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ കർത്താവ് ഞങ്ങളുടെ മോനും തുണയായിട്ട് തന്നു. ഒരു കാലത്ത്
ആമേൻ 13 വയസ്സുവരെ കുഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് ഒറ്റയ്ക്ക് പുകൾ കൊടുത്ത് ഇറങ്ങിക്കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ കർത്താവ് ചേർത്ത് പിടിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു കൊച്ചുമോനെ കൂടെ കർത്താവ് തന്നു. ആമേൻ 6 മാസമായ ഇയാൻ അവൻ അങ്ങനെ ദൈവം ഞങ്ങളുടെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിച്ചു. എന്റെ മാതാവും പിതാവും ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിത്യത്തിൽ വിശ്രമിക്കുന്നു. ഞങ്ങളുടെ അമ്മ പാറക്കുട്ടി അമ്മയും ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അവരെന്താ വളരെ പ്രത്യാശയോടെ കർത്താവിന്റെ സമയമായപ്പോ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനില്ലായി അനേകരെ കർത്താവിലേക്ക് നേടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കുടുംബമായിട്ട് സഹായിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിന് ജീവിക്കാനുള്ള എല്ലാ നന്മകളും ദൈവം തന്നു. അതിലൊന്നിനും ഞങ്ങൾക്ക് സംഭവിക്കുന്നില്ല. പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ആത്മാക്കളെ ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു നിർത്തുവാൻ ഇതിലൊക്കെ കർത്താവ് ഞങ്ങളോട് എടുത്ത് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സഹോദരങ്ങള് ഞങ്ങളെ കുടുംബമായിട്ട് തിരുവനന്തപുരം ജില്ലയിലായിരിക്കുന്നു. സഹോദരി അവര് ആലപ്പുഴയിലായിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാ ഞങ്ങളെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ, ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകൾ, ആമേൻ ദൈവം ഞങ്ങൾക്ക് തന്ന അനുഭവങ്ങൾ, ആമേൻ നിത്യത്തിലേക്ക് അനേകരെ എത്തിക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സാക്ഷികൾ കേട്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ആമേൻ നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് എന്നെ പരിഹാരം തരുവാൻ കർത്താവിന് കഴിയും. ഒരു കാര്യം മാത്രം, കർത്താവിന്റെ മക്കളായിട്ട് രൂപാന്തരപ്പെടുക. ഞാൻ പറഞ്ഞല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോകണം. ഇവിടെ നേടിയതൊന്നും നാം കൊണ്ടുപോകത്തില്ല. എന്നാൽ ദൈവം നമുക്ക് തന്ന ആത്മാവ്, ആമേൻ അത് നമ്മുടെ കർത്താവ് ഇരിക്കുന്ന ആ ദൈവരാജ്യത്തിൽ നിത്യമായിട്ടും എത്തണം. അതിന് ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്താൽ, കർത്താവിന്റെ മക്കളായി നാം തീർന്നാൽ എനിക്ക് വലിയ പ്രത്യാശയുണ്ട്. ഇന്ന് ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്റെ കർത്താവ് മകളെ തിരിച്ചു വരിക എന്ന് വിളിച്ചാൽ എനിക്ക് കൈത്തോടെ പറയുവാൻ കഴിയും, ഞാൻ എന്റെ അപ്പച്ചന്റെ അടുത്ത് നിത്യമായും ചെയ്യും. കാരണം എനിക്കൊരു വലിയ പ്രത്യാശയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ ഈ പൊയ്യിൽ തള്ളിയിടും. ഇത് 2ാമത്തെ മരണം. ഒന്നെനിക്കറിയാം, എന്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഒരു ദിവസം കർത്താവ് നമ്മുടെ പേര് വിളിക്കുന്ന ദിവസമുണ്ട്. അന്ന് നാം അവിടെ കാണുമോ? ആമേൻ. ഈ സാക്ഷ്യം ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന്റെ ദാസിയോടുള്ള, ജോയ്സ് ടിവിയോടുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. വീണ്ടും ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈ ജോയ്സ് ടിവിയിലൂടെ ഈ സാക്ഷ്യം നൽകുന്ന ഒരു വ്യക്തിയെങ്കിലും ആമേൻ നിത്യതയിൽ കാണണേ എന്നുള്ളൊരു പ്രാർത്ഥന. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പാട്ടുകാരൻ പാടുന്നല്ലോ, ആമേൻ ഒരു നാൾ നശ്വരലോകം, ഒരു നാൾ നശ്വരലോകം വിട്ടു വേഗം അങ്ങേ കരയിൽ നിന്നും നാം പ്രിയമുള്ളവരെ, ഒരു ദിവസം നാം ഈ ഭൂമിയിലേക്ക് പോകും. എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടായിരിക്കണം, കർത്താവിന്റെ അടുത്ത് നാം പോകും. ഹല്ലേലൂയ. ഒരു ദിവസം നാം അവിടെ ചെന്ന് നിൽക്കും. അന്ന് നാം കാണും, ഇവിടെ നാം എന്ത് നേടി. ഇവിടെ ഉണ്ടാക്കിയ സമ്പത്ത് ഇവിടെ തീരും കേട്ടോ. ഇവിടെ നാം ഉണ്ടാക്കിയ നന്മകളെല്ലാം ഇവിടെ കൊണ്ട് തീരും. ഒന്നും നാം കൊണ്ടുപോകില്ല. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് നശിച്ചു പോകുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഈ ഭൂമിയിൽ 10 ഏക്കർ സ്ഥലമുണ്ട്, 10 നില ബംഗ്ലാവുണ്ട്, കാറുണ്ട്, വാഹനങ്ങളുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആത്മാവ് നിത്യവിലക്കില്ല എങ്കിൽ എല്ലാം വെറുതെയായിരിക്കും. അതുകൊണ്ട് ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ആ നിത്യതയുടെ പ്രത്യാശയിലേക്ക് നിങ്ങളെ നടത്തുവാൻ ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. God bless you all. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി, ഇത്രത്തോളം സമയം കർത്താവിന്റെ ദാസി ഒത്തിരി ബിസിയാണെന്ന് അറിയാമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനും കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഈ സാക്ഷ്യം കർത്താവിന്റെ ദാസി പറഞ്ഞ പോലെ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവും അവർ കർത്താവിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ഇത്രയും നേരവും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ഒരു വാക്കുകൂടെ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരം ഈ പകലും അങ്ങയുടെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അടിയനെ സഹായിച്ചതോർത്ത് നന്ദി പറയുന്നപ്പ. കർത്താവെ, വരും കാലങ്ങളിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവിന്റെ മക്കളായി രൂപാന്തരപ്പെടുവാൻ സർവശക്തനെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പ ഒരു വ്യക്തിയെങ്കിലും നിത്യതയിലെത്തിക്കുവാൻ അടിയുടെ ജീവിതാനുഭവങ്ങളെ അപ്പൊ അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ജോയ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങയുടെ ദാസിയുടെ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്ത ഈ ആലോചന അപ്പച്ചാത് അനേകർക്ക് ആശ്വാസമായി തീരണേ, അനേകർക്ക് അനുഗ്രഹമായി തീരണേ കർത്താവെ. ഇത് ലോക പ്രശസ്തമായ ഒരു പദ്ധതിയായി ഒരു അവൻ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ശരിയായി മാറുവാൻ തക്കണം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അങ്ങയുടെ ദാസിയെയും കുടുംബത്തെയും അവരുടെ സംരംഭത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാക്ഷ്യം കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരേത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് അവരുടെ വിഷയങ്ങൾക്ക് ഇന്ന് ഈ സമയത്ത് അങ്ങ് അവർക്ക് മറുപടി കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഞങ്ങൾക്ക് മറുപടി തന്നതിനായി ശേഷം മാനം മഹത്വം അങ്ങെടുക്കാട്ടെ. പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന യാചനയുടെ ത്രികോടുകൾക്ക് മാറാകണേ. പരിശുദ്ധ പിതാവേ, ആമേൻ. കർത്താവിന്റെ ദാസിയെ കർത്താവ് പിന്നെ ഉപയോഗിക്കട്ടെ. അനേകർക്ക് കുടുംബമായി ആശ്വാസവും അനുഗ്രഹവുമായി പിന്നെ ഈ കർത്താവ് തീർക്കട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാ ആശംസകളും അങ്ങനെ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ.